എല്ലാവർക്കും ജയ് ഭീം, നമോ ബുദ്ധായ, ജയ് മൂൽ നിവാസി. ഇന്നത്തെ നമ്മുടെ ബൗദ്ധവും ധമ്മവും എന്ന് പറയുന്ന സീരീസിന്റെ 10ാമത്തെ സെഷനാണ് ഇന്ന്. അപ്പോൾ നമുക്കറിയാം, സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ സനാതന ധർമ്മത്തെ കുറിച്ചിട്ട് വാതോരാതെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടാത്ത ചില, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, എങ്ങനെയാണ് സനാതനധർമ്മമായി മാറിയത്, അത് എവിടെ നിന്നാണ്, സനാതന ധമ്മയിൽ നിന്നാണ് ഇത് മാറിയത് എന്നുള്ളൊരു അതിൻ്റെ ഫിലോസഫിക്കൽ മാറ്റം അത് നമുക്ക് എവിടെയും കിട്ടാനില്ല. ഈവൻ നമ്മൾ പുസ്തകം ചകഞ്ഞു നോക്കിയാലും ചിലവും കിട്ടാത്തത്ര വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷനായിരിക്കും ഇന്ന്. അതിൻ്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഈ 10ാമത്തെ ക്ലാസ്സിന് മുമ്പേ തന്നെ അതിന് കുറേയധികം തിയറികൾ നമ്മൾ ഓൾറെഡി അതിൽ പറഞ്ഞു കഴിഞ്ഞു. അതും കൂടി മനസ്സിലാക്കി ഇനി വരാൻ പോകുന്ന അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ കൂടി അറ്റൻഡ് ചെയ്താൽ മാത്രമേ കുറച്ചുകൂടി പിന്നെ ആഴത്തിൽ നമുക്കിതിനെ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനും മനസ്സിലാക്കാനും മറ്റുള്ളവരോട് മനസ്സിലാക്കിക്കാനും കഴിയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടൊരു സെഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷന് വന്നു ചേർന്ന ജീന സാറ്, രമാദേവി മാഡം, പ്രസാദ് സാറ്, സിജികുമാർ സാർ, മഹേശ്വരൻ സാർ, ബെന്നി സാർ, എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അജിത് കുമാർ സാറിന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് വയ്യ, സൗണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തോടെ എല്ലാ പോയിന്റ്സും പറഞ്ഞ് തീരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ സാറിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു രഞ്ജിത്ത്. താങ്ക് യു. വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. ജെബിൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പറഞ്ഞത്, അതായത് 9ാമത്തെ സെഷൻ വരെ നമ്മൾ പറഞ്ഞത്, ഇതിനെ ആദ്യം പറഞ്ഞതൊക്കെ നമ്മൾ ഇതിന്റെ ചരിത്രം, അതായത് ഈ സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ പ്രയോക്താക്കളായിട്ടുള്ള നാഗജനതയുടെ തനതായ ദർശനമായിരുന്നു ബൗദ്ധ ദർശനമെന്നും അത് ബ്രാഹ്മണരുടെ വരവോടെ നശിപ്പിക്കപ്പെട്ടുവെന്നും പിന്നീട് അത് സിദ്ധാർത്ഥ ഗൗതമൻ രണ്ടാമത് വീണ്ടെടുത്തു. അത് അശോകന്റെ കാലമായപ്പോൾ അതിന്റെ പാരമ്യത്തിലെത്തി. പിന്നീട് അത് പുഷ്യപുത്ര സുങ്കൻ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ ആ ഒരു പ്രതിവിപ്ലവം, കൗണ്ടർ റവല്യൂഷൻ കൊണ്ട് നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ യഥാർത്ഥ ബൗദ്ധ ദർശനം എന്താണ്, അതിൻ്റെ അകത്തുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ധമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മനസ്സിനെയും ശരീരത്തെയും നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നോക്കേണ്ടത്, ഇങ്ങനെയുള്ള തിയറിറ്റിക്കൽ പാർട്ടാണ് നമ്മൾ പിന്നീട് പറഞ്ഞത്. കഴിഞ്ഞ 9ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഇതിനെ ആശയപരമായിട്ട് പിന്നീട് ബ്രാഹ്മണർ എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നുള്ളതാണ്. കാര്യം, ഒരു ദർശനത്തെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഭൗതികമായ കാര്യങ്ങളെ മാത്രം നശിപ്പിച്ചാൽ പോരാ. ആശയം അപ്പോഴും ആളുകളുടെ മനസ്സിൽ ബാക്കി നിൽക്കും. അപ്പം അതിനെ ആശയപരമായിട്ടും കൂടെ നശിപ്പിച്ചാൽ മാത്രമേ അതിനെ പൂർണ്ണ അർത്ഥത്തിൽ നശിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആശയപരമായിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് മാറ്റമറിച്ചിലുകൾ വരുത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിനകത്ത് പുനർജന്മം അല്ലെങ്കിൽ ജന്മം എന്നുള്ള വാക്കിനെ ബുദ്ധൻ ഉദ്ദേശിച്ചത് എന്താണ്, ബ്രാഹ്മണർ അതിനെ കാണിച്ചത് എങ്ങനെയാണ്, അതുപോലെ മരണത്തിന് ശേഷമുള്ള ഒരു ജന്മസിദ്ധാന്തം അവരുണ്ടാക്കിയത് എങ്ങനെയാണ്, ത്രികായ സിദ്ധാന്തം ഉണ്ടാക്കിയത് എങ്ങനെയാണ്, അതിനുശേഷം ബോധിസത്വന്മാരെന്ന് പറയുന്ന അഭൗമ ശക്തികളെ, സാങ്കല്പികമായ ശക്തികളെ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ്, നമ്മുടെ ശരിക്കുള്ള മനസ്സിനെയും ശരീരത്തെയും നിരീക്ഷിച്ച് പഠിക്കാൻ ബുദ്ധൻ പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങളായ അഷ്ടാംഗ മാർഗത്തെ എങ്ങനെയാണ് അവർ വളച്ചൊടിച്ചത്, ആ അഷ്ടാംഗ മാർഗത്തിന്റെ ഓർഡർ മാറ്റിയത് എങ്ങനെയാണ്, അതിനുശേഷം ഈ മനസ്സും ശരീരവും നിരീക്ഷിച്ച് പഠിച്ചിട്ട് നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകളെ മാറ്റുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി ഒരു ആരാധനയുടെയും പൂജയുടെയും ഒരു സ്വഭാവത്തിലേക്ക് ഈ സിസ്റ്റത്തെ എങ്ങനെയാണ് മാറ്റിയത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ
ആശയപരമായിട്ടുള്ള ഇവരുടെ ഹൈജാക്കിങ്ങിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിനകത്ത് ഇനി വരുന്ന ഈ ഒരു സെഷനകത്ത് കൂടുതലായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെ ഭൗതികമായിട്ട് എങ്ങനെ നശിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഭിക്ഷു സംഘത്തിനെ കൈയടക്കിയത് അതിൻ്റെ അകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ടാണ് കൈയടക്കിയത്. അതിനകത്തുള്ള ബുദ്ധന്റെ യഥാർത്ഥത്തിലുള്ള പിന്തുടർച്ച അല്ലെങ്കിൽ ബുദ്ധന്റെ യഥാർത്ഥ ദർശനത്തെ പിന്തുടരുന്ന ആൾക്കാരെ ട്രഡീഷണലിസ്റ്റ് അല്ലെങ്കിൽ ട്രഡീഷൻ ഫോളോ ചെയ്യുന്നവരെ യഥാർത്ഥത്തിൽ സ്ഥാപിരവാദികളെന്ന് വിളിക്കുന്നു. ബ്രാഹ്മണ ഭിക്ഷുക്കളെ കയറിയിട്ട് മഹാസംഘികർ എന്ന് പറയുന്ന ഒരു പേര് അവർ സ്വീകരിക്കുന്നു. അതായത് സംഘത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ ഞങ്ങളാണ് എന്ന രീതിയിൽ അവരങ്ങ് പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് ബുദ്ധൻ പറഞ്ഞ വിനയ നിയമങ്ങൾ, അതായത് ഭിക്ഷുക്കൾ പാലിക്കേണ്ട നിയമങ്ങളിൽ മാറ്റം മറിച്ചുകൾ വരുത്തുന്നു. അപ്പൊ അതിനെ ന്യായമായിട്ട് അവർ പറഞ്ഞത്, കാലാകാലങ്ങളിൽ വരുത്താണ്ട് മാറ്റം വരുത്താൻ ബുദ്ധൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു ന്യായത്തെ പിടിച്ചിട്ടാണ് അവർ മാറ്റം മറിച്ചിൽ വരുത്തുന്നത്. അങ്ങനെ അവര് പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ അതിനകത്ത് ഉണ്ടാക്കുന്നു. മരണത്തിന് ശേഷവും പിന്നെയും ജന്മജീവിതമുണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുന്നു. മരിക്കുന്ന അവസാനത്തെ നിമിഷം, ആ നിമിഷത്തിലെ നമ്മുടെ മനസ്സ് എങ്ങനെയാണോ ആ മനസ്സിന്റെ അവസ്ഥയെ ആശ്രയിച്ച് അതിനനുസരിച്ചുള്ള ഒരു പുനർജന്മം ഉണ്ടെന്നും ആ പുനർജന്മത്തിൽ കൂടെയുള്ള ആളുകൾ പ്രപഞ്ചത്തിൽ ഇങ്ങനെ അഭൗമ ജീവികളായി ജീവിക്കുന്നുവെന്നും അവരെ ബോധിസത്വന്മാർ വിളിക്കുന്നു, ബോധിസത്വന്മാർ എന്ന പേരിൽ അവരെ വിളിക്കുന്നു എന്നൊക്കെ ഉള്ള തിയറികളെല്ലാം ഇവരുണ്ടാക്കുകയാണ്. എന്നിട്ട് അവരെ ആരാധിക്കാനായിട്ട് ഈ പൊതുജനങ്ങളോട് പറയുകയാണ്. അങ്ങനെ ആ പൊതുജനങ്ങളെ അന്ധവിശ്വാസത്തിന് അടിമപ്പെടുത്തുന്നു. ഈ പറയുന്ന അഭൗമ ശക്തികൾ, അവർക്ക് നമ്മൾ ധ്യാനത്തിൽ കൂടെ അവരുമായിട്ട് സമ്പർക്കം പുലർത്താൻ പറ്റും. അങ്ങനെ സമ്പർക്കം പുലർത്തിയാൽ ഈ അഭൗമ ശക്തികൾ അല്ലെങ്കിൽ അവതാരങ്ങൾ അല്ലെങ്കിൽ ദേവതകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഡെയ്റ്റി എന്ന് പറയും, ഗോഡല്ല ഡെയ്റ്റി, ദേവത. ഈ ദേവതകൾ അവർക്ക് ഐശ്വര്യം ചൊരിഞ്ഞു തരും, സിദ്ധി തരും. അതിനുവേണ്ടി അവർക്ക് വഴിപാട് കൊടുക്കണം, അവരെ പ്രസാദിപ്പിക്കണം എന്നൊക്കെ പറയുന്ന തിയറികൾ ഉണ്ടാക്കുകയും അങ്ങനെ പൈസ, ധനം ആർജിക്കാൻ അവര് ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഈ മഹാസംഘികരുടെ ചില വാക്കുകളെ അല്ലെങ്കിൽ ചില കൺസെപ്റ്റുകളെ അവരെങ്ങനെയൊക്കെയാണ് മാറ്റം മറിച്ചിൽ വരുത്തിയിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ജന്മം എന്ന് പറയുന്നത് ബുദ്ധൻ ഓരോ നിമിഷത്തിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോമ്പിനേഷനെയാണ് പറയുന്നത്. അതായത് നമ്മളൊരു സ്ഥിരമായ ഒരു ജീവിയല്ല, അല്ലെങ്കിൽ ഒരു സ്ഥിരമായ വസ്തുവല്ല, സ്ഥിരമായ പ്രതിഭാസമല്ല. നമ്മൾ ഓരോ മൊമെന്റിലും നമ്മുടെ മനുഷ്യന്റെ മനസ്സും ശരീരവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഓരോ മൊമെന്റിലും ഒരു മനസ്സും ഒരു ശരീരവുമായി നമ്മൾ നിൽക്കുന്ന ആ മൊമെന്റിൽ നമുക്കൊരു ജന്മം, അടുത്ത മൊമെന്റിൽ നമ്മുടെ മനസ്സും ശരീരവും മാറുമ്പോൾ അത് മറ്റൊരു ജന്മം. ആ ഈ അർത്ഥത്തിലാണ് ബുദ്ധൻ എന്നെ പറഞ്ഞത്. ഇവര് പറഞ്ഞത് അങ്ങനല്ല. ഒരു ആയുസ്, ആ ആയുസിന്റെ അകത്തുള്ള മുഴുവൻ ഒരു ജന്മം, അതിനുശേഷം മറ്റൊരു ജീവിയായിട്ട് അല്ലെങ്കിൽ മറ്റൊരു എൻറ്റിറ്റി ആയിട്ട് മാറുന്നതിനാണ് മറ്റൊരു ജന്മം എന്ന് പറയുന്നത്. അതല്ല ബുദ്ധൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളും അല്ലെങ്കിൽ ഓരോ മൊമെന്റിലും നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ പരിഹരിക്കും. അഷ്ടാംഗമാർഗം ഉപയോഗിച്ച് നമ്മൾ അതിനെ പരിഹരിച്ച് സ്ഥിരമായ സ്റ്റഡിയായ ഒരു മനസ്സുണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ജന്മം എടുക്കുന്ന പരിപാടി അവിടെ നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ വന്ന് നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ മരണം വരെയും നമ്മൾ ഒരു സ്ഥിരമായ മനസ്സുമായിട്ട്, അതായത് നമ്മുടെ മനസ്സ് ഒന്നിനോടും ആസക്തി കാണിക്കാതെ സ്റ്റഡിയായ ഒരു മനസ്സുമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നാൽ പൂർണ്ണ ജാഗ്രതയിലായിരിക്കും. എല്ലാ കാര്യങ്ങളും കൂടുതൽ ഹെൽത്തിയായി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ മനസ്സിന്റെ അകത്തെ അസ്വസ്ഥതകളെ മാറ്റി മനസ്സിനെ ക്ലീൻ ചെയ്ത് 100% ക്ലീൻ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നിബ്ബാണ അവസ്ഥ എന്ന് പറയുന്നത്. നിബ്ബാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെടുത്തുക എന്നർത്ഥം. എക്സ്റ്റിങ്ക്വിഷ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ആ കെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സായിട്ട് ഉണ്ടാക്കുന്ന ആസക്തികളെ കെടുത്തുന്നു എന്നാണ് അതിനർത്ഥം. പക്ഷെ ഈ മഹാസംഘികർ അതിനെ മാറ്റിയിട്ട് ഈ നിർവ്വാണത്തിന് പകരം അല്ലെങ്കിൽ നിബ്ബാണത്തിന് പകരം
മോക്ഷം എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ കൊണ്ടുവരികയാണ്. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതത്തിലെ ദുഃഖങ്ങൾ, ഈ ദുഃഖങ്ങളുടെ ഒരു സാഗരം, ആ സാഗരത്തിന്റെ അപ്പുറത്ത് കടന്ന മോക്ഷം. അതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഈ സാഗരത്തിനെ അപ്പുറത്തേക്ക് നമ്മൾ താണ്ടി അപ്പുറത്ത് എത്താനായിട്ട്, അതിന്റെ അക്കരെ പറ്റാനായിട്ട് നമ്മുടെ കയ്യിലുള്ള തോണി, അതാണ് ഈ സിദ്ധാന്തം എന്നാണ് അവർ പറയുന്നത്. അപ്പോ തേരവാദ അല്ലെങ്കിൽ ട്രഡീഷണലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിരവാദികളായിട്ടുള്ളവരെ വിളിക്കുന്നത് ഹീനയാനം എന്നാണ്. യാനം എന്ന് പറഞ്ഞാൽ തോണി. ഞങ്ങളുടേത് മഹായാനം. അപ്പൊ ആ മഹായാനത്തിൽ കൂടെ നിങ്ങൾ അപ്പുറത്ത്, നിങ്ങൾക്ക് ഈ ദുഃഖത്തിന്റെ സാഗരത്തിനെ നിങ്ങൾക്ക് താണ്ടി അപ്പുറത്തെത്താൻ പറ്റും എന്നൊക്കെയാണ് ഇതിന്റെ കൺസെപ്റ്റ് ഇവരുണ്ടാക്കുന്നത്. എല്ലാം സാങ്കല്പികമാണ്. അപ്പൊ അതിനകത്ത് തന്നെ അവരൊരു 2-3 പുതിയ തിയറികൾ കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്ന്, ബുദ്ധൻ പറഞ്ഞത് ജ്ഞാനം, അതായത് നമ്മളെ പറ്റി മനസ്സിലാക്കി നമുക്ക് കിട്ടുന്ന അറിവ്, സമ്മാദിദ്ധി, ശരിയായ ജ്ഞാനം, ശരിയായ ഇൻസൈറ്റ് അല്ലെങ്കിൽ ശരിയായ ഉൾക്കാഴ്ച, അത് കിട്ടുമ്പോൾ നമ്മളെ പറ്റിയുള്ള യഥാർത്ഥ പ്രകൃതം മനസ്സിലാവും. ആ പ്രകൃതം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ അറിവ് തന്നെ നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും മനസ്സുകൊണ്ട് ഫ്രീ ആക്കും. പക്ഷെ ആ ജ്ഞാനം എന്ന് പറയുന്ന സംഭവത്തിന് ഇവർ കംപ്ലീറ്റ് അങ്ങ് മാറ്റി. എന്നിട്ട് വേറെ 2 കാര്യങ്ങളെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തൊക്കെയാണ്? ഒന്ന് ഭക്തിമാർഗം, മറ്റൊന്ന് കർമ്മമാർഗം. അപ്പൊ ജ്ഞാനമാർഗം ഇല്ലെങ്കിലും ഭക്തിമാർഗവും കർമ്മമാർഗവും കൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് മോക്ഷം പ്രാപിക്കാം എന്ന് പറയുന്ന പുതിയൊരു തിയറി കൊണ്ടുവരികയാണ്. അപ്പൊ ഈ ഭക്തിമാർഗം എന്താണ്? ഈ പറഞ്ഞ ദേവതകളെ ഭക്തിയോടെ അവരെ ധ്യാനിക്കുക, അവരോട് പ്രാർത്ഥിക്കുക, അവരോട് അപേക്ഷിക്കുക, അവരെ പ്രീതിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് ഭക്തിമാർഗം. അപ്പൊ അവര് നിങ്ങളെ സഹായിക്കും ഈ ഭവസാഗരം, അല്ലെന്നുണ്ടെങ്കിൽ അസ്വസ്ഥതകളുടെ, ദുഃഖത്തിന്റെ ഈ ഒരു സാഗരം താണ്ടി കടക്കാനായിട്ട് അവര് നിങ്ങളെ സഹായിക്കും. അതാണ് ഭക്തിമാർഗം. മറ്റൊന്ന് കർമ്മമാർഗമാണ്. ഇതിനകത്ത് ഇവരൊരു ഈ കർമ്മത്തിന്റെ ഒരു സിദ്ധാന്തം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഓരോ വ്യക്തിയും മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പുനർജന്മമുണ്ട്. ആ പുനർജന്മം കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്ത കർമ്മങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളുടെ ഫലമാണ്. അപ്പോ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ബോധത്തിനോടൊപ്പം ഈ കർമ്മങ്ങളും കൂടെ അതിന്റെ കൂടെ അങ്ങ് ട്രാൻസ്ഫർ ആവും അടുത്ത ജന്മത്തിലേക്ക്. അപ്പൊ അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്തവരൊക്കെ നല്ല ജന്മം എടുക്കും, ദുഷ്കർമ്മങ്ങൾ ചെയ്തവരൊക്കെ ചീത്ത കർമ്മങ്ങൾ എടുക്കും. അപ്പൊ ബ്രാഹ്മണർ തന്നെ സ്വയം അവകാശപ്പെടുന്നത് ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തവരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബ്രാഹ്മണരായിട്ട് ജനിക്കാൻ പറ്റിയത്. അപ്പോൾ വർണ്ണവ്യവസ്ഥയും ജാതി വ്യവസ്ഥയ്ക്കകത്ത് അവർ പറയുന്നത് ഹീനജാതികളല്ല ഹീനവർണ്ണങ്ങളാണ് ജനിക്കുന്നത്, കഴിഞ്ഞ ജന്മത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്തവരാണ്. അപ്പൊ അങ്ങനെ ഈ കർമ്മം എന്ന് പറയുന്ന ഒരു സംഗതിയുമായിട്ട് ഈ ജന്മത്തെ കണക്ട് ചെയ്യുന്നുണ്ട്. അതിനവർ കൊണ്ടുവരുന്ന ഒരു സിദ്ധാന്തമാണ് ത്രികായ സിദ്ധാന്തം എന്ന് പറയുന്നത്. ത്രികായ സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് 3 രീതിയിലുള്ള കായങ്ങളുണ്ട്, അല്ലെങ്കിൽ ശരീരങ്ങളുണ്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഒരു 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 നമ്മളെ ഇപ്പോഴത്തെ ഒരു ശരീരമാണ് നിർമ്മാണകായം അല്ലെങ്കിൽ രൂപകായം. അത് രൂപമുള്ള നിർമ്മിക്കപ്പെട്ട ഒരു കായമാണ്. അതിന് മുമ്പൊരെണ്ണമുണ്ട് ഊർജ രൂപത്തിലുള്ളത്, അതിനെയാണ് ധമ്മകായം എന്ന് പറയുന്നത്. ഊർജ രൂപത്തിൽ, ആ ഊർജ രൂപത്തിലുള്ള കായം നമ്മളുടെ രൂപം എടുക്കുന്നതാണ് രൂപകായം അല്ലെങ്കിൽ നിർമ്മാണകായം, നിർമ്മിക്കപ്പെട്ട കായം. അതിനുശേഷം ഈ പറയുന്ന ഈ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കൂടെ കൂട്ടി അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു എക്സിസ്റ്റൻസ് ആണ് സംഭോഗകായം എന്ന് പറയുന്നത്. അങ്ങനത്തെ ആ 31 തരം ലോകങ്ങളിലേക്കാണ് മനുഷ്യൻ പോകുന്നത് എന്നുള്ള ഒരു തിയറി ഉണ്ടാക്കി. 31 തരം ലോകങ്ങളുണ്ട്, 31 പ്ലെയിൻസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബ്രഹ്മവിഹാരം, അല്ലാത്ത വിഹാരം, പിശാചായിട്ട്, പിന്നെ എന്താ പറയുക, പ്രേതമായിട്ട്, അങ്ങനെ പല 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 രീതിയിലുള്ള പല ലോകങ്ങളിലേക്കാണ് നമ്മൾ ഈ പോകുന്നത് മരണത്തിന് ശേഷം എന്നാണ് അവർ തിയറി ഉണ്ടാക്കിയത്.
അപ്പൊ അങ്ങനെ ആ തിയറി ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ബോധിസത്വന്മാരുടെ ഒരു നിരയെ തന്നെ ഉണ്ടാക്കിയത്. അതിനകത്ത് ദുഷ്ടശക്തികളുണ്ട്, നല്ല ശക്തികളുണ്ട്. ദുർശക്തികൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ എന്നൊക്കെ പിന്നീട് വന്നത്. ദുർശക്തികളുണ്ട്, നല്ല ശക്തികളുണ്ട്. അപ്പൊ ഈ മരിച്ചു കഴിയുമ്പോ ഓരോരുത്തരെയും ആരാധിക്കുന്ന, അല്ലെങ്കിൽ അവരെല്ലാം മരണം കൊണ്ട് തീരുന്നില്ല, പിന്നെയും അവര് മറ്റൊരു ലോകത്ത് അവർ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പം അങ്ങ് ആൾക്കാരുടെ ഉള്ളിലേക്ക് അങ്ങ് അടിച്ച് കയറ്റുകയാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മരണത്തിന് എന്ന് പറയുന്ന സമയത്ത് സയന്റിഫിക്കലായിട്ട് ബയോളജിക്കലായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് മുഴുവൻ സാങ്കല്പിക ഭാവനകളാണ്. അങ്ങനെ ബോധിസത്വന്മാരുടെ ഒരു വലിയ നിരയുണ്ടാക്കി. അപ്പൊ ഓരോരുത്തരും മരിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരെയൊക്കെ പിതൃക്കളെ ആരാധിക്കുന്ന സിസ്റ്റം, ഇങ്ങനെ പല പല കാര്യങ്ങളായിട്ട് ആൾക്കാരുടെ എണ്ണം അങ്ങ് കൂടുകയാണ്. ആരാധനാ മൂർത്തികളുടെ എണ്ണം കൂടുകയാണ്. ഈ ആരാധനാ മൂർത്തികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇവരോട് ആരാധിക്കാനായിട്ട് അല്ലെങ്കിൽ ഇവരോട് ധ്യാനിക്കാൻ പ്രത്യേകം മന്ത്രങ്ങളും ഉണ്ടാക്കുകയാണ്. മൂലമന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ ചില മന്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ മന്ത്രങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വലിയൊരു സംഹിത ഇവരുണ്ടാക്കണം. അതെല്ലാം സംസ്കൃതത്തിലാണ്, പാലിയിലല്ല. അതറിയാവുന്നത് ബ്രാഹ്മണർക്ക് മാത്രം. അങ്ങനെ ഈ പറയുന്ന ശക്തികളുമായിട്ട് സമ്പർക്കം പുലർത്തണമെന്നുണ്ടെങ്കിൽ, അവരുമായിട്ട് സംവേദിക്കണമെന്നുണ്ടെങ്കിൽ അത് ബ്രാഹ്മണരിൽ കൂടെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം പതുക്കെ പതുക്കെ രൂപപ്പെട്ടു വരികയാണ്. അപ്പോ ബുദ്ധൻ പറഞ്ഞു ദുഃഖം, ദുഃഖത്തിന്റെ കാരണം, അതിന്റെ പരിഹാരം, അത് പരിഹരിക്കാനുള്ള മാർഗം, ആ സംഗതിയിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ഫോക്കസ് മാറുകയാണ്. ഫോക്കസ് കംപ്ലീറ്റ് മാറി. ഇവിടെ ഭക്തിയും കർമ്മവുമായി. അപ്പൊ ഭക്തി മാർഗത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന കർമ്മമുണ്ട്. അതായത് ചാതുർവർണ്ണ സിദ്ധാന്തം അനുസരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മം അല്ലെങ്കിൽ ഒരു കുലത്തൊഴിലുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അപ്പോ നിങ്ങൾ അതിനകത്ത് ഇപ്പൊ നിങ്ങളോട് തോട്ടിപ്പണി ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ആ തോട്ടിപ്പണി വളരെ മനസ്സോടെ, പൂർണ്ണ ഭക്തിയോടെ, ഭക്തിയാദരങ്ങളോടെ, പൂർണ്ണ തൃപ്തിയോടെ, ഒരു തരത്തിലുള്ള മനസ്സിൽ ഒരു തരത്തിലുള്ള എതിർപ്പുകളും കാണിക്കാതെ, പ്രകടിപ്പിക്കാതെ നിങ്ങൾ അത് ചെയ്യണം. അപ്പോ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അപ്പൊ അങ്ങനെ ജാതി വ്യവസ്ഥയ്ക്കും ഒരു ന്യായീകരണം ഇതിലൂടെ ഉണ്ടാക്കുകയാണ്. ഈ ജന്മം പുനർജന്മത്തിലൂടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവില്ല എന്ന് ബുദ്ധൻ പറഞ്ഞെങ്കിൽ ഇവർ ആത്മാവിന് പകരം അവസാനത്തെ ബോധത്തിനെ എടുത്ത് റീപ്ലേസ് ചെയ്തു. കാരണം ആത്മാവില്ലെന്ന് ബുദ്ധൻ പറഞ്ഞു, ഇനി ആത്മാവിന്റെ തീരെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബോധം എന്ന് പറയുന്ന ഒരു സംഗതിയെ വെച്ച് ആ ആത്മാവിന്റെ അതേ തിയറികൾ ബോധം എന്ന് വെച്ചിട്ട് അതിനെ വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പൊ അതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, മരിക്കണ ആ മൊമെന്റിൽ ഉണ്ടാവുന്ന ഒരു ബോധമുണ്ട്. ആ ബോധത്തിന്റെ പേര് പ്രതിസന്ധി വിജ്ഞാന, അല്ലെ പ്രതിസന്ധി ചിത്ത എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ പ്രതിസന്ധി ചിത്തം അല്ലെങ്കിൽ പ്രതിസന്ധി വിജ്ഞാനം. ഇതാണ് കണക്ട് ചെയ്യുന്ന സാധനം. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് വിഷ്, മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റുക, സാറ്റിസ്ഫാക്ഷനോടെ അയാളെ മരിക്കുക എന്നൊക്കെയുള്ള തിയറികളൊക്കെ വരുന്നത് അവിടുന്നാണ്. അപ്പോ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി ബോധിസത്വന്മാർക്ക് കൂടുതൽ പ്രാധാന്യം വന്നു. കാര്യം ഞാൻ ഇനി മെഡിറ്റേറ്റ് ചെയ്യണ്ട, ഞാൻ ഉള്ളിലേക്ക് നോക്കണ്ട, എന്റെ മനസ്സിനെ ക്ലീൻ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ നേരെ മുകളിലിരിക്കുന്ന ബോധിസത്വനോട് അല്ലെങ്കിൽ അവതാരത്തിനോട് അല്ലെങ്കിൽ ദേവതയോട് പ്രാർത്ഥിച്ചാൽ മതി. അതിന് ഞാൻ വഴിപാട് കൊടുത്താൽ, ദേവത പ്രസാദിച്ചാൽ എനിക്ക് സംഗതികൾ കിട്ടും. അപ്പൊ ബുദ്ധന് വലിയ പ്രാധാന്യം ഇല്ലാതായി. ജ്ഞാനമാർഗം ഒന്നാമത് തന്നെ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം അത് പഠിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി രാവിലെയും വൈകിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ ഇച്ചിരി പാടുള്ള പരിപാടി ആയതുകൊണ്ട് എളുപ്പ വഴിയിൽ കൂടെ കാശ് കൊടുക്കുക, കാര്യം സാധിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോരുകയാണ്. അപ്പൊ ബുദ്ധന്റെ പ്രാധാന്യം കുറച്ചങ്ങ് മാറി തുടങ്ങി. കാര്യം ഇവര് പറഞ്ഞ എന്താണ്, ബുദ്ധന് ഇനിയൊരു ജന്മമില്ല. ബുദ്ധൻ നിർമ്മാണഭാവസ്ഥ പ്രാപിച്ച ആളാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വിളിച്ചിട്ട് കാര്യമുള്ള ബോധസത്വന്മാരെ വിളിക്കുക. അപ്പം ആൾക്കാർ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് ബുദ്ധനിൽ നിന്ന് മാറി ഈ ബോധസത്വന്മാരിലേക്ക് മാറി. പിന്നെ ബുദ്ധനെ പോലും വിഷ്ണുവിന്റെ ഒരു അവതാരമാക്കി അങ്ങ് മാറ്റുകയാണ്.
അതിനുവേണ്ടി ഇവർ കുറെ പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭാഗവത പുരാണം, വിഷ്ണു പുരാണം, ഗരുഡ പുരാണം, അഗ്നി പുരാണം, പുരാണം, പിന്നെ ബൃഹന്നാരദീയ പുരാണം, ഇങ്ങനെ 4-5-6 പുരാണങ്ങൾ എഴുതുന്നുണ്ട്. അതിനകത്തൊക്കെ ബുദ്ധൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമായിരുന്നു എന്ന് പറയുന്ന ഒരു കഥ അതിനകത്തിട്ട് എല്ലാത്തിനകത്തും വെക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ ഞാൻ അവസാനം പറഞ്ഞ ബൃഹന്നാരദീയ പുരാണത്തിനകത്തെ ഒരു മൂലമന്ത്രമാണ്, അതായത് വിഷ്ണുവിനെ ആരാധിക്കാനുള്ള മൂലമന്ത്രം അതിനകത്തുണ്ട്. എല്ലാത്തിനും ഒരു മൂലമന്ത്രമുണ്ട്. ആ മൂലമന്ത്രമാണ് നമ്മുടെ ആൾക്കാർ ഇപ്പോഴും ചിലർ ചൊല്ലുന്ന ഒരു മൂലമന്ത്രമുണ്ട്. ഈ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നൊക്കെ ഉള്ള ഇതൊക്കെ മന്ത്രമായിട്ട് തുടങ്ങിയ സാധനമാണ്. ഇതാണ് നമ്മളെ കൊണ്ടൊക്കെ ഈ വൈകിട്ട് മെഡിറ്റേറ്റ് ചെയ്യേണ്ടിയിരുന്ന, അഷ്ടാംഗമാർഗം വെച്ച് മെഡിറ്റേറ്റ് ചെയ്യേണ്ടിരുന്ന സമയത്ത് നാമജപമാക്കി നമ്മളെ കൊണ്ട് ചാൻഡ് ചെയ്യിപ്പിച്ച് ചൊല്ലിപ്പിച്ച അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത്. അപ്പൊ ഇത് മുഴുവൻ ഈ രീതിയിലേക്ക് ഇതിനെ മുഴുവൻ മാറ്റം മറിച്ചുകൾ വരുത്തുകയാണ്. അതുപോലെ മറ്റൊരു കഥ ഇവർ ബുദ്ധനെ പറ്റി അടിച്ചിറക്കി. ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമാണല്ലോ. വിഷ്ണുവിന്റെ അവതാരങ്ങളെല്ലാം എന്തിനാണ്? ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണ്. അപ്പൊ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഓരോരുത്തർക്ക് കൊന്നും തള്ളിയൊക്കെയാണ്, കൊന്നാണ് തീർക്കുന്നത് മിക്കാറും. ബുദ്ധൻ പക്ഷെ അഹിംസയുടെ ആളാണ്. അപ്പൊ ബുദ്ധൻ എങ്ങനെയാണ് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക? അതിനൊരു തിയറി വേണമല്ലോ. വിഷ്ണുവിന്റെ അവതാരം ആകുമ്പം ബുദ്ധൻ അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത്? ബുദ്ധൻ കുറെ കാര്യങ്ങൾ ഉപദേശിക്കും. ആ ഉപദേശങ്ങൾ കേട്ട ആൾക്കാർ വഴിതെറ്റിക്കഴിഞ്ഞാൽ അവർ നേരെ നരകത്തിലേക്ക് പോകും. അങ്ങനെ അവരെ നിഗ്രഹിക്കും. അതുകൊണ്ട് ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമാണ്. പക്ഷെ ബുദ്ധന്റെ വചനങ്ങളൊന്നും ആരും കേൾക്കാനോ ചെവിക്കൊള്ളാനോ അത് സ്വീകരിക്കാനോ അത് പ്രാവർത്തികമാക്കാനോ അത് പ്രാക്ടീസ് ചെയ്യാനോ പാടില്ല. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി. അപ്പൊ ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമായതോടുകൂടി എന്തായി? ഈ പറയുന്ന ബ്രാഹ്മണരുടെ ആ സിസ്റ്റത്തിന്റെ അകത്തോട്ട് ബുദ്ധനെ കൂടെ അസിമിലേറ്റ് ചെയ്തു, അതിനകത്തൂടെ സ്വാംശീകരിക്കുന്നു. പക്ഷെ ബുദ്ധനെ ആരും കേൾക്കാൻ തയ്യാറാവുകയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കളി അതിനകത്ത് കളിച്ചു. പിന്നെ അതിനുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു പശുവിന്റെ രാഷ്ട്രീയം തുടങ്ങിയത് എങ്ങനെയാണ്. അതായത് പശുവിനെ ഏറ്റവും കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണർ, അതായത് യാഗയജ്ഞങ്ങൾ നടത്തുമ്പോൾ അവർക്ക് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് പശുമാംസം കിട്ടുമായിരുന്നുള്ളൂ. പശുവിന്റെ ഏറ്റവും വിശിഷ്ടമായ മാംസങ്ങളൊക്കെ ബ്രാഹ്മണർക്കാണ് കൊടുത്തത്, യാഗകാരന്മാർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറി. അതുകൊണ്ട് ആ കൂട്ടരൊക്കെ ബുദ്ധന്റെ ഫോളോവേഴ്സായി മാറി. പക്ഷെ ബുദ്ധൻ പറഞ്ഞത് എന്താണ്? ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ ബലി കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. അല്ലാതെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആഹാരത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കഴിക്കുന്നതിന് ബുദ്ധൻ ഒരിക്കലും എതിരായിരുന്നില്ല. ബുദ്ധൻ പോലും മാംസം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ പേര് പറഞ്ഞ് ഇവരുടെ പിന്തുണ നഷ്ടപ്പെട്ടത് ഇവരൊരു പ്രതികാരമായിട്ട് എടുത്തു. എന്താ ഇവർ ചെയ്തത്? പശുവിനെ അമ്മയായിട്ട് ദൈവമായിട്ട് ആരാധിക്കാൻ തുടങ്ങി. അഹിംസ ബുദ്ധനേക്കാൾ വലിയ അഹിംസക്കാരായി മാറി. ആഹാരത്തിന് വേണ്ടി പോലും ഞങ്ങൾ മാംസം കഴിക്കില്ല. അപ്പൊ ആഹാരത്തിന് വേണ്ടി മാംസം കഴിച്ചുകൊണ്ടിരുന്ന ബുദ്ധന്റെ ആൾക്കാരും ബുദ്ധനുമാരായി ഹീനരായി, അശുദ്ധിയുള്ളവരായി. അങ്ങനെ ഇവര് ബുദ്ധന്റെ പ്രാധാന്യം നശിപ്പിച്ചു. എന്നിട്ട് ഇവര് ഈ പശുവിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോ ഇവരുടെ മനസ്സിൽ മറ്റൊരു ഒരു ഗ്രഡ്ജ്, ഒരു പ്രതികാരം കൂടെ ഉണ്ട് ബാക്കി കിടക്കുന്നത്. എന്താണ്? ഈ ഇന്ത്യയിലെ തദ്ദേശ ജനതയാണ് ഒരു കാലഘട്ടത്തിൽ, അശോകന്റെ കാലഘട്ടത്തിൽ, ഇവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് മറ്റേ ബുദ്ധന്റെ ദർശനങ്ങളുടെ പുറകെ പോയത്. അപ്പൊ അവർക്കിട്ടും കൂടെ ഒരു പണി കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അവരെയും മാംസം കഴിപ്പിക്കാത്ത രീതിയിലാക്കണം. അപ്പം അഥവാ ആരെങ്കിലും മാംസം കഴിച്ചു പോയാൽ അവര് അശുദ്ധിയാവും. അപ്പൊ അശുദ്ധി പേടിച്ച് ഈ പറയുന്ന യാദവ വംശങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ OBC ആയിട്ട് പറയുന്ന വിഭാഗങ്ങളും ഒക്കെ പശുമാംസം കഴിക്കുന്നത് അവർ നിർത്തി. അതുകൊണ്ടും തീർന്നില്ല. ഈ ആൾക്കാരെ ഒന്നും കൂടെ ഇവരോടുള്ള ദേഷ്യം തീർക്കണം എന്ന് അതിനുവേണ്ടിട്ട് എന്ത് പറഞ്ഞു? പശുവിന്റെ മൂത്രവും മലവും വിശിഷ്ടമാണ്, അത് കഴിച്ചാൽ നല്ലതാണെന്നും കൂടെ അവരോട് പറഞ്ഞു.
അതായത് ഒരിക്കൽ ഇവർ കഴിച്ചുകൊണ്ടിരുന്ന മാംസം, പശുമാംസം കഴിച്ചുകൊണ്ടിരുന്ന അവരുടെ ആ കഴിപ്പീര് നിർത്തിയതാണ് ഈ കൂട്ടർ. ഇവര് കാരണമാണ് ഇവർക്ക് കഴിപ്പ് നിർത്തേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുത്തനും കഴിക്കുകയും വേണ്ട, ആ കഴിച്ചുകൊണ്ടിരിക്കുന്നവനെയൊക്കെ ഞങ്ങൾ മലവും മൂത്രവും തീറ്റിക്കുകയും കൂടെ ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ രീതിയിൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് OBCകൾ മുഴുവൻ ഈ ചാണകവും മൂത്രവും കഴിക്കും, മാംസം കഴിക്കത്തുമില്ല. പാൽ അതുപോലെ തന്നെ, പാല് ശിവലിംഗത്തിലൊക്കെ ഒഴുക്കിക്കളയും, അതും സ്വന്തം പിള്ളേർക്ക് കൊടുക്കത്തുമില്ല. അപ്പൊ അങ്ങനെ ഈ ആൾക്കാരെ ബുദ്ധിയുടെ എന്താ പറയാ അന്ധവിശ്വാസത്തിന്റെ കൂട്ടിനകത്തോട്ട് ഇവരെ കുത്തിക്കയറ്റി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം അതെല്ലാം കേട്ട് ഈ മണ്ടത്തരെല്ലാം എടുക്കാണ്ടിരിക്കുന്നവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ എന്തായാലും ഭക്തിയുടെ രൂപത്തിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതോടുകൂടി ഈ ആൾക്കാർക്ക് ഈ പണിയും കൊടുത്തു. ഇനി അതുകൊണ്ടും തീർന്നില്ല. ഇതിന്റെ അകത്ത് പിന്നീട് ഇവർ വരുന്ന കുറച്ച് ബോധിസത്തന്മാരുണ്ട്. ഈ ബോധിസത്തന്മാരിൽ കുറച്ച് ബോധിസത്തന്മാർ ഭയങ്കര പ്രോമിനന്റായി, പ്രാധാന്യമുള്ളവരായി മാറി. അതായത് അവലോകിതേശ്വരൻ, പത്മസാംബവൻ, പിന്നെ കുറച്ച് സ്ത്രീകളായിട്ടുള്ള കഥാപാത്രങ്ങൾ, മഞ്ജുശ്രീ, താരാദേവി, പിന്നെ അമിതാഭ ബുദ്ധൻ എന്ന് പറയുന്ന വേറൊരു ബുദ്ധൻ, ഇനി വരാൻ പോകുന്ന മറ്റൊരു ബുദ്ധനുണ്ട് മൈത്രേയ ബുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥകൾ അങ്ങ് ഇറക്കുകയാണ്. കുത്തിയിരുന്ന് നമ്മുടെ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന പോലെ അങ്ങ് എഴുതുകയാണ്. നല്ല കഞ്ചാവും വലിച്ചിട്ട് തന്നെയാണ് ഇവർക്ക് എഴുതുന്നത്. അതിങ്ങനെ എഴുതി കൂട്ടുകയാണ്. അതുകൊണ്ടാണ് ഈ പരസ്പര വിരുദ്ധമായിട്ടാണ് ഈ ഓരോരുത്തന്മാരും ഓരോ പുരാണങ്ങളും ഓരോ കഥകളും എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഈ അവലോകിതേശ്വരനും പത്മസാംബവനും ഒക്കെ, അവലോകിതേശ്വരൻ ആദ്യം ശിവൻ എന്ന് പറയുന്ന പേരിലേക്ക് മാറും. അവലോകിതേശ്വരനാണ് ശിവനാക്കുന്നത്. അതിനുശേഷം പത്മസാംബവൻ എന്ന് പറയുന്ന മറ്റൊരു ഒരു 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 ബോധിസത്വൻ വരുന്നുണ്ട്, ബ്രാഹ്മണ ഭിക്ഷു വരുന്നുണ്ട്. അയാളെയാണ് സാംബശിവനാക്കുന്നത്. പക്ഷെ വന്ന് ഈ ശിവനും സാംബശിവനും രുദ്രനും നടരാജനും ഇതെല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞ് ഏതാണ്ട് ഒരു സാധനമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലാം കൂടെ ശിവനായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അർദ്ധനാരീശ്വരനായിട്ട് ശിവനെ കാണിക്കുന്നു. അങ്ങനെ എന്തൊക്കെ രീതിയിൽ ഇതിനെയൊക്കെ പ്ലാസ്റ്റിക് പോലാണ് നമുക്ക് ഉരുക്കി എങ്ങനെ രീതിയിലും വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മലമൂത്രം കഴിക്കാൻ പറഞ്ഞിട്ട് അത് കുടിക്കുന്നവരെടുക്ക പിന്നെ അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞാൽ തന്നെ അവരങ്ങ് അലച്ചു തല്ലി അതിനകത്തോട്ട് വീണോളും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ഈ ആൾക്കാരെ ഒക്കെ മാറ്റി ആ ശിവന്റെ ആ ഒരു കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ശിവൻ നന്ദികേശനെ, അല്ലെങ്കിൽ ആ നന്ദികേശൻ എന്ന് പറയുന്ന കാളയെ, അതുപോലെ കാമധേനു, ഇതിനൊക്കെ ഈ കൂടെ നിർത്തുന്ന പരിപാടി വന്നു. അപ്പൊ എന്തുവായി, ഈ ആൾക്കാരും ഈ പറയുന്ന നമ്മൾ ഇന്ന് പറയുന്ന OBC വിഭാഗങ്ങളും അവരുടെ ആരാധകരായി മാറി. അങ്ങനെ ഇപ്പൊ നമ്മൾ നോക്കുമ്പം ഇന്ത്യയിലെ OBC വിഭാഗങ്ങള് ഏതാണ്ട് 100% ശിവഭക്തരാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന നാരായണ ഗുരു പോലും ശിവനെ പ്രതിഷ്ഠിച്ചത് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. കാരണം അവരുടെ ട്രഡീഷൻ ഈ ശിവനെ പിടിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ പബ്ലിക്കിന്, അവരുടെ ഗ്രൂപ്പിന്, ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട സാധനം ഏതാണ്? ശിവനാണ്. അതുകൊണ്ടാണ് ശിവനെ തന്നെ അവിടെ വെച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബോധിസത്വന്മാരുടെ പരമ്പരയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ദൈവം മാത്രമാണ് ശിവൻ. നമ്മുടെ ചില ആൾക്കാർക്ക് ഇപ്പോഴും ചില തോന്നലുണ്ട്, തെറ്റായ ധാരണയുണ്ട്, ആദ്യ ദൈവമായിരുന്നു ശിവനും. അങ്ങനെയല്ല. ബുദ്ധമതത്തിന്റെ കാലത്ത് ഇല്ല, ബുദ്ധന്റെ കാലത്തില്ല, അതിനുശേഷം മഹായാന രൂപം കൊണ്ടതിന് ശേഷവും വരുന്നതാണ്. കുറെ കാലത്തിന് ശേഷമാണ് ഈ ശിവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ വരുന്നത് തന്നെ. അത് അവലോകദേശങ്ങളിലൂടെയാണ് വരുന്നത്. പിന്നീട് അത് പത്മസാംബവനിലൂടെ സാംബശിവനാവുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവർ ചെയ്തത്, ഈ ബുദ്ധന്റെ കാലത്ത് 2 പിടകങ്ങളെ ഉള്ളൂ. പിടകം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറഞ്ഞില്ല, അന്ന് ശ്ലോകങ്ങൾ മാത്രമാണ്, മനപാഠമാക്കുകയാണ്. സൂക്തങ്ങളും വിനയങ്ങളും. സൂക്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള തിയറി, അതായത് അഷ്ടാംഗമാർഗം എങ്ങനെയാണെന്നുള്ള അതിന്റെ സയൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വിനയ റൂൾസ് എന്ന് പറയുന്നത് ഭിക്ഷുക്കൾ എന്തൊക്കെയാണ് നിയമങ്ങൾ പാലിക്കേണ്ടതെന്നുള്ളതാണ്. ഭിക്ഷു സംഘത്തിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് വിനയ നിയമങ്ങൾ. ഇത് കൂടാതെ അഭിധമ്മ പിടകം എന്ന് പറയുന്ന ഒരു സാധനം 3ാമത് ഇവർ എഴുതി ചേർക്കുന്നുണ്ട്. അത് ബുദ്ധൻ പറഞ്ഞതല്ല, ബുദ്ധന് ശേഷം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പം ത്രിപിടകങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. അതിനകത്ത് മുഴുവൻ ബുദ്ധൻ പറഞ്ഞ മെറ്റാഫിസിക്സ് ആണ് എന്നാ പറയുന്നത്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ബുദ്ധൻ പോലും അറിഞ്ഞിട്ടില്ല കാര്യങ്ങൾ. ഇനി പുള്ളി എഴുന്നേറ്റ് തിരിച്ചു വന്ന് പറയത്തുമില്ല ഞാൻ പറഞ്ഞതല്ല എന്ന് പുള്ളി പറയത്തുമില്ല. അപ്പോ
അതിനകത്ത് വരുന്ന എന്താന്ന് പറഞ്ഞാൽ ബുദ്ധൻ മരിച്ചു കഴിഞ്ഞിട്ട് ജന്മമില്ല എന്ന് പറഞ്ഞവർ തന്നെ പറയുന്ന മറ്റൊരു കഥയാണ്. നേരെ ബ്രഹ്മവിഹാരത്തിലേക്ക് ബ്രഹ്മലോകത്തേക്ക് പോയി അവിടെ ചെന്ന് നമ്മുടെ മരിച്ചുപോയ പുള്ളിയുടെ അമ്മയായ താരാദേവിയെ മഹാമായയെ കണ്ടു. മഹാമായ മരിക്കണ സമയത്ത് ബുദ്ധൻ ബോധോദയം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് മഹാമായയ്ക്ക് അറിയണം ബോധോദയം കിട്ടിയതിന് ശേഷമുള്ള എന്തൊക്കെയാണ് അറിവുകൾ മകൻ നേടിയെന്നുള്ളത് അറിയണം. അതുകൊണ്ട് അമ്മയ്ക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അമ്മയ്ക്കോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പിന്നെ സാരിപുത്തൻ എന്ന് പറയുന്ന ബുദ്ധന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ ഭിക്ഷുവിന് സ്വപ്നത്തിൽ വന്ന് ബുദ്ധൻ പറഞ്ഞു കൊടുക്കുന്നു. അത് പുള്ളി എഴുതുന്നു. അങ്ങനെ കഥകളുടെ ഒരു വലിയൊരു കൂമ്പാരമാണ്. ആ എഴുതിയിരിക്കുന്ന സാധനമാണ് ഈ പറയുന്ന അഭിധമ്മ പിടകം. അതുകൊണ്ട് അത് ബുദ്ധന്റെ വചനങ്ങളുമല്ല, ബുദ്ധൻ പറഞ്ഞിട്ടുള്ളതുമല്ല, അതിനകത്തോട്ട് നോക്കേണ്ട കാര്യം പോലുമില്ല. ഇനി മറ്റൊരു കാര്യം, ഇതിനെ മൊത്തത്തില് ഈ അഭിധമ്മ പിടകം കൂടെ വന്നതോടുകൂടി ഈ സംഗതികൾ ആ കൂടി ഭയങ്കര കോംപ്ലക്സ് ആയി. ഒത്തിരിയേറെ വാക്കുകൾ, ഒത്തിരിയേറെ കൺസെപ്റ്റുകൾ, ഒത്തിരിയേറെ വിശകലനങ്ങൾ, ഒത്തിരിയേറെ അതിനകത്ത് കുറെ ടേംസ് എല്ലാം കൊണ്ടുവന്ന് മനുഷ്യർക്ക് മനസ്സിലാവാത്ത രീതിയിൽ കോംപ്ലക്സ് ആക്കുക. അതാണല്ലോ ഇവരുടെ സ്ഥിരം പരിപാടി. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ ഇത് ചെയ്യത്തില്ല. കാര്യം ഇതിന്റെ ഒരു കുത്തക ഇവർക്ക് മാത്രം, അറിവുള്ളവരുടെ മാത്രം ഒരു സാധനമായിട്ട് ഇതിനെ മാറ്റണം. ബുദ്ധിജീവികൾ ഇവർ മാത്രമാണ്, സാധാരണക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല എന്ന രീതിയിലേക്ക് ഇതിനെ ഭയങ്കരമായ ദിവ്യത്വം ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് ഇതിനെ മാറ്റണം. അങ്ങനെ ഇത് ആൾക്കാർ തന്നെ ഒന്നാമതെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല. കാര്യം പുഷ്യമിത്രൻ ശുംഗന്റെ സമയത്ത് തന്നെ ഒത്തിരിയേറെ ഭിക്ഷുക്കളെ കൊന്നൊടുക്കുന്നുണ്ട്, അവരില്ലാതാവുന്നുണ്ട്. അങ്ങനെ ഇത് കോംപ്ലക്സ് ആയി മാറിയിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പിന്നെ ഉള്ളത് ബ്രാഹ്മണരാണ്. അതിനകത്തുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് സംസ്കൃതത്തിലായിട്ടൊക്കെ മാറ്റുകയാണ്. അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് അറിയാൻ പറ്റാത്തൊരു ഭാഷയാണ് സംസ്കൃതം. അപ്പൊ ഇത് ആൾക്കാർക്ക് മനസ്സിലാവാതാവുകയാണ്. അങ്ങനെ ആൾക്കാർ ഇതിനകത്തുനിന്ന് പതുക്കെ പതുക്കെ ആ പഠിക്കുന്ന പരിപാടിയിൽ നിന്ന് അകന്ന് വെറും ഭക്തി മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ പിന്നെ ഞാൻ പഠിക്കേണ്ട അതിനെപ്പറ്റി, എനിക്കൊന്നും അറിയാൻ വേണ്ട, ഞാൻ നേരെ പോയി ഈ ബ്രാഹ്മണ ഭിക്ഷുവിനെ കാണുന്നു. അങ്ങർക്ക് അവിടുത്തെ മൂർത്തിക്ക് എന്താണോ ഇഷ്ടം എന്നുള്ളത്, ഇപ്പൊ ചിലപ്പോൾ കള്ളായിരിക്കും, ചിലപ്പോൾ കഞ്ചാവായിരിക്കും, ചിലപ്പോൾ കോഴിയായിരിക്കും, ചിലപ്പം പൂക്കളായിരിക്കും, ചിലപ്പോൾ പാലായിരിക്കും. എന്ത് സാധനമാണോ വേണ്ടത് കൊടുക്കുക, എന്റെ കാര്യം നടത്തുക, മോക്ഷം കിട്ടുക. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അപ്പൊ ഫിലോസഫി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. അപ്പൊ ആശയം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. ഇനി നമുക്കറിയാം, അശോകന്റെ കാലത്ത് വരെയും അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലം വരെയും ഈ ട്രഡീഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ബൗദ്ധ പാരമ്പര്യം, അഷ്ടാംഗമാർഗത്തിന്റെ പാരമ്പര്യം പിന്തുടർന്നവർക്കായിരുന്നു സപ്പോർട്ട്. രാജ്യത്തിന്റെ സപ്പോർട്ട് അവർക്കായിരുന്നു, അല്ലെങ്കിൽ രാജകീയമായ പിന്തുണ അവർക്കായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ്, അതായത് ഈ മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ അശോകന്റെ കാലത്താണ് കൂടുന്നത്. ആ സമയത്ത് തന്നെ ഈ തെറ്റായ രീതിയിൽ വളച്ചൊടിക്കുന്ന ശ്രമങ്ങൾ കണ്ടിട്ട് 60,000 ഭിക്ഷുക്കളെ, ബ്രാഹ്മണ ഭിക്ഷുക്കളെ ഇതിൽ നിന്ന് അശോകൻ പുറത്താക്കുന്നുണ്ട്. അതോടെ ഇവർക്ക് മനസ്സിലായി, അശോകൻ ഈ പറയുന്ന ഒരു ഭരണം അവർക്ക് അനുകൂലമായ ഒരു ഭരണത്തെ കൊണ്ടുവരാതെ അവരുടെ അജണ്ട പൂർണ്ണമായിട്ട് നടക്കില്ല എന്ന് മനസ്സിലായി. ഇപ്പൊ ആശയങ്ങളൊക്കെ എത്ര ഉണ്ടാക്കിയാലും, എത്ര കൺസെപ്റ്റുകൾ വരുത്തിയാലും, പൊളിറ്റിക്കലായിട്ടൊരു സപ്പോർട്ടും കൂടെ, അല്ലെങ്കിൽ രാജകീയമായ ഒരു പവറിന്റെ സപ്പോർട്ടും കൂടെ കിട്ടിയാൽ മാത്രമേ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ, സ്ഥാപിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് മൗര്യ സാമ്രാജ്യത്തിനെ നശിപ്പിക്കുന്നത്. മൗര്യൻ ഇപ്പം അശോകന് ശേഷമുള്ള 4-മത്തെയോ 5-മത്തെ ആളാണ് ഈ ബൃഹദ്രഥൻ എന്ന് പറയുന്ന ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരാളായിരുന്നു, പയ്യനായിരുന്നു. അവൻ അവസാനം അവന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന പുഷ്യമിത്രൻ ശുംഗൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ മകളുമായിട്ട് പ്രണയത്തിലായി. അതിനകത്ത് കുട്ടികളുണ്ടായി. അവസാനം ഈ മകളും മകളുടെ പിതാവായ പുഷ്യമിത്രനും കൂടിയാണ് ഇയാളെ വധിക്കുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. അതിനകത്തുണ്ട് 2 കുട്ടികളെയും അവർ കൊന്നു എന്നാണ് പറയുന്നത്. അതോടുകൂടി ആ പരമ്പര അവിടെ തീരുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു വന്നപ്പോ ഒരു കാര്യം വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാബലി എന്ന് പറയുന്ന മഹത്തായ ഒരു ബലി ഇന്ത്യൻ ചരിത്രത്തിൽ എവിടെ നടന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബലി. കാര്യം ആ ഒരു ഇവന്റ് ചരിത്രത്തിൽ വേറെ ഒരിടത്തും കാണുന്നില്ല, ആരും പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ബൃഹദ്രഥ മൗര്യനെ കൊന്ന കാര്യം നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിനകത്തോ നമ്മുടെ സാമൂഹ്യ പുസ്തകങ്ങൾക്കകത്തോ ഒരിടത്തിനകത്തും പറയുന്നില്ല. അതുപോലെ ഇപ്പൊ സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്നിട്ട് പുഷ്യമിത്ര ശുംഗൻ അധികാരത്തിൽ കയറിയതിന് ശേഷം
ഈ ഭിക്ഷുക്കളുടെ തലയ്ക്ക് സ്വർണ്ണ നാണയം ഇനാം പ്രഖ്യാപിക്കുകയാണ്. അപ്പം അതിനോടകം തന്നെ ഇവർ അശുദ്ധരാണെന്നും ഈ ബുദ്ധനെ ഫോളോ ചെയ്ത് പോകുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരാണെന്നും അവരെ കണ്ടാൽ വെറുക്കേണ്ടവരാണെന്നും ഒക്കെ ഉള്ള ഒരു ധാരണ അതിനോടകം ഇവർ സമൂഹത്തിൽ പതുക്കെ പതുക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർക്കും സപ്പോർട്ടുള്ള ഒരു വലിയ വിഭാഗത്തെ ഇവർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഈ കൊലപാതകം നടത്തുന്നത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ മാസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഇവർക്ക് നേരിടേണ്ടി വരും. എന്നിട്ടും ആ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. പുഷ്യമിത്ര ശുങ്കൻ ഈ പറയുന്ന പാട്ന അല്ലെങ്കിൽ പാടലീപുത്രം വിട്ട് ഓടി നമ്മുടെ ഉത്തർപ്രദേശിലെ സാകേത് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയാണ്. ആ സാകേത് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്തൂടെ പുറകെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, ഘാഗ്ര എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. അപ്പൊ അയാൾ അവിടെ വന്നിട്ട് പുതിയൊരു രാജധാനി, പുതിയൊരു ക്യാപിറ്റൽ സിറ്റി അയാൾ ഫോം ചെയ്യുകയാണ്. അതിന്റെ പേരാണ് അയോധ്യ. യുദ്ധമില്ലാതെ ഉണ്ടാക്കിയ സാധനമാണ് അയോധ്യ. യുദ്ധമില്ലാത്ത പ്രദേശം ഉണ്ടാക്കിയ സ്ഥലമാണ്. സാധാരണഗതിയിൽ തലസ്ഥാനങ്ങളെല്ലാം ഒരു യുദ്ധം ഉണ്ടാക്കി പിടിച്ചെടുക്കുമ്പോഴാണ് ഒരു രാജാവ് ഒരു തലസ്ഥാനമാക്കുന്നത്. അപ്പൊ ഇത് യുദ്ധമില്ലാതെ ഉണ്ടാക്കിയാണ് അയോധ്യ. അതിന്റെ പുറകിലുള്ള നദിയുടെ പേര് അത്രയും പോർഷനിൽ സരയൂ എന്ന് പേര് വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പറയുന്ന പുഷ്യമിത്ര ശുങ്കന്റെ സദസ്സിൽ കുറെ ബ്രാഹ്മണ പണ്ഡിതന്മാരുണ്ട്. അവരെ കൊണ്ട് പൂർണ്ണമായും ബൗദ്ധ ദർശനങ്ങളെ നിരാകരിക്കാൻ വേണ്ടിയിട്ടുള്ള മാസായിട്ടുള്ള പുരാണ രചനകൾ തുടങ്ങുകയാണ്. പുരാണങ്ങളും അങ്ങനെ മനുഷ്യന്റെ മനസ്സിലേക്ക് പുതിയ സെറ്റ് കുറെ കാര്യങ്ങൾ കയറ്റി പഴയ സാധനത്തിനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഈ രാമായണത്തിന്റെ അകത്തുള്ള കഥകൾ, അത് രാമനെ വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഷ്യമിത്ര ശുങ്കനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ രാമൻ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്. പക്ഷെ രാമന്റെ ആ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം പുഷ്യമിത്ര ശുങ്കനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ വാൽമീകി എഴുതിയിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. വാൽമീകിയും ദളിതനാണെന്ന് പറയുന്നത് പൊട്ടക്കഥയാണെന്നുള്ളത് നമ്മൾ ഈ അടുത്തിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം സംസ്കൃതത്തിലാണ് എഴുതുന്നത്. സംസ്കൃതം എഴുതിയതിനു ശേഷം ബ്രാഹ്മണർ നമ്മളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാളുടെ ജാതിയുടെ പേരും പറഞ്ഞ് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുക സ്ഥിരം പരിപാടി. അങ്ങനെയാണ് ഈ മഹാഭാരതത്തിന്റെ ആണെങ്കിലും രാമായണത്തിന്റെ ഒക്കെ പുറകിലെ വ്യാസന്റെയും വാൽമീകിയുടെ കഥ തന്നെയാണ്. അപ്പൊ ആ ഒരു കൊലപാതകത്തിന് എന്താ പറയാ, ബൃഹദ്രഥനെ കൊന്നതിന് ശേഷം ഭിക്ഷുക്കളുടെ തലയ്ക്ക് സ്വർണ്ണ നാണയം ഇനാം പ്രഖ്യാപിക്കുന്നു. അപ്പം മനുഷ്യർ തന്നെ, ആൾക്കാർ തന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒറ്റി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അവിടെ കുറെ പേര് ഭിക്ഷുക്കൾ ഇരിപ്പുണ്ട്, ബുദ്ധന്റെ ഒറിജിനൽ തേരവാദക്കാർ ഇരിപ്പുണ്ട്, അവരവിടെ നിന്ന് ധ്യാനിക്കുന്നുണ്ട് എന്ന് പറയാ. ഉടനെ ഇവിടുന്ന് രാജാവും പരിവാരങ്ങളും പോവുക, അവരെ തലയിറക്കുക, കൊല്ലുക. അല്ലെങ്കിൽ ആൾക്കാർ തന്നെ തല വെട്ടിക്കൊണ്ടുവരിക. തല വെട്ടിക്കൊണ്ടുവരുന്നതിന് സ്വർണ്ണമാണ് ഇനാം. അങ്ങനെയാണെങ്കിൽ തലപ്പൊലിയാണ്. ബുദ്ധ ഭിക്ഷുക്കളുടെ തല ഒരു തളികയിലാക്കി കൊണ്ടുവരുമ്പോൾ രാജാവ് സ്വർണ്ണ നാണയം അതിന് പാരിതോഷികം കൊടുക്കും. അങ്ങനെയാണ് ഈ താലപ്പൊലിയുടെ സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പം ബാബാ സാഹബ് പറയുന്നതനുസരിച്ച് നോക്കിയാൽ ലോകത്തിലെ പല കൂട്ടക്കൊലകളും, മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ പല കൂട്ടക്കൊലകളും ഉണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളിലും. പക്ഷേ ഇന്ത്യയിലെ ബൗദ്ധ ഭിക്ഷുക്കളുടെ അല്ലെങ്കിൽ തേരവാദ ഭിക്ഷുക്കളുടെ നേർക്ക് നടന്നിട്ടുള്ള അത്രയും വലിയ കിരാതമായ, ഏറ്റവും ദൈർഘ്യമേറിയ, കാലങ്ങളോളം നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന കൊലപാതക പരമ്പര മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ ഒരു ചരിത്ര പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞു തരാറില്ല. കാരണം യഥാർത്ഥത്തിലുള്ള ആ അഷ്ടാംഗമാർഗവും യഥാർത്ഥത്തിലുള്ള ബൗദ്ധ ദർശനങ്ങളും പൂർണ്ണമായിട്ട് നശിപ്പിച്ചാൽ മാത്രമേ ഇവരുടെ ഈ പുതിയ ആരാധന, പൂജ, തട്ടിപ്പുകൾ അടങ്ങിയ പുതിയ സാധനത്തിനെ ആൾക്കാരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം ചെയ്തത് സാധാരണ നമ്മുടെ തദ്ദേശ ജനതയ്ക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു. കാരണം അവരും മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അങ്ങനെ വിദ്യാഭ്യാസം നിഷേധിച്ചു, ഭൂമി കൈവശം വെക്കാനുള്ള അവകാശം നിഷേധിച്ചു, ആയുധങ്ങൾ കൈവെക്കാനുള്ള അവകാശങ്ങൾ നിഷേധിച്ചു. ഇതിനു വേണ്ടിയിട്ടൊക്കെ തന്നെ മനുസ്മൃതി എന്ന് പറയുന്ന ഒരു സാധനം സുമതി ഭാർഗവൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ കൊണ്ട് പുഷ്യമിത്രനെ എഴുതിപ്പിച്ചു. സുമതി ഭാർഗവനാണ് ഈ മനുസ്മൃതി എന്ന പേരിൽ ഒരു സാധനം എഴുതുന്നത്. അതിനകത്ത് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ,
ജാതികൾക്ക് നിയമസാധുത കൊടുക്കണം. അതായത് പണ്ടൊരു വർണ്ണമായി ശൂദ്ര എന്ന് പറയുന്ന ഒരു വലിയ വർണ്ണമായി അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പായി നിന്നിരുന്ന വിഭാഗത്തെ സബ് ഡിവൈഡ് ചെയ്യുകയാണ്. ബ്രാഹ്മണന് ഒരിക്കൽ മനസ്സിലായി എന്താ അവരുടെ നമ്പർ കുറവായിരുന്നു, ശൂദ്രരുടെ മൊത്തത്തോടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തദ്ദേശ ജനവിഭാഗം അവരെ ശൂദ്രരാണ് ഇവർ വിളിക്കുന്നത്, സ്ലേവ്സ്, അടിമ എന്നാണ് വിളിക്കുന്നത്. അവർ മൊത്തത്തോടെ ബുദ്ധന്റെ കൂടെ പോയപ്പോൾ ഇവർ തനിച്ചാവുകയും ഇവരുടെ കഞ്ഞുപൊടി മുട്ടുകയും ചെയ്തതാണ്, യാഗയജ്ഞങ്ങൾ അവസാനിക്കുകയും ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിഭാഗങ്ങളെ ഈ ഒരു മാസമായിട്ട് നിലനിർത്തിയാൽ പാടില്ല. അതുകൊണ്ട് അവരെ സബ് ഡിവൈഡ് ചെയ്യും, ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ അവരെ വേറെ വേറെയാക്കും. അപ്പൊ അങ്ങനെ ആ വിഭാഗക്കാരുടെ ഇടയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലുകൾ വെച്ച് അവരെ പല പല വിഭാഗങ്ങളാക്കി. ആ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവർ മാത്രമേ തമ്മിൽ വിവാഹം കഴിക്കാവുള്ളൂ. വർണ്ണസങ്കരവും ജാതി സങ്കരവും ഏറ്റവും വലിയ ശിക്ഷയായി മാറി. അപ്പൊ ചെയ്തുകൊണ്ടിരുന്ന കുലത്തൊഴിലുകൾ മാറി ചെയ്യാൻ പാടില്ല. അച്ഛൻ ചെയ്തിരുന്ന അതേ ജോലി തന്നെ മകൻ ചെയ്യണം. അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ അവരുടെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കുലത്തിൽ നിന്ന് മാത്രമേ അവർ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ആ ഓരോ കുലത്തിനും സെപ്പറേറ്റ് കുലദേവതകളെ ഉണ്ടാക്കി കൊടുത്തു. ദേവതകൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാം, റെഡിമെയ്ഡാണ്, ഓർഡർ കൊടുക്കുന്നു അപ്പോൾ ഉണ്ടാക്കുന്നു. അപ്പൊ കുലദേവതകളെ ഉണ്ടാക്കി കൊടുക്കണം. ഓരോരോ ജാതികൾക്കും ഓരോരോ കുലദൈവങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഓരോരുത്തർ അവരുടെ ദൈവങ്ങളുടെ ആരാധകരായി മാറുന്നു. മറ്റേ ദൈവത്തിന്റെ ആരാധകരുമായിട്ട് ഇവർ സെപ്പറേറ്റ് ആവുന്നു. മനസ്സുകൊണ്ട് ഇടപെടലുകൊണ്ട് ഒക്കെ സെപ്പറേറ്റ് ആവുക. അങ്ങനെ പിന്നീട് ഓരോ ജാതിക്കും അല്ലെങ്കിൽ ഓരോ ജോലിക്കും സമൂഹത്തിൽ ഓരോരോ സ്റ്റാറ്റസ് നിർണ്ണയിച്ചു കൊടുക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആ ജോലി ചെയ്യുന്നവർക്ക് പല പല സ്റ്റാറ്റസ് ആയി മാറുകയാണ്. അതിനകത്ത് ഒരു വിഭാഗം യഥാർത്ഥ ബുദ്ധന്റെ ആശയങ്ങളെ പിന്തുടരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ ഹീനരാക്കി, അവരെ തൊട്ടുകൂടാത്തവരാക്കി, അയത്തയാതക്കാരാക്കി, അവരെ ശൂദ്രന്റെ അകത്തുനിന്ന് തന്നെ പഞ്ചമൻ എന്ന് പറയുന്ന അഞ്ചാമത്തെ വിഭാഗം അവരെ മാറ്റുകയും അവരെ പൊതുജനങ്ങളുടെ പാർക്കുന്ന സ്ഥലത്തു നിന്ന് അവരെ ഓടിക്കുകയും അവർക്ക് തൊഴിൽ നിഷേധിക്കുകയും അവരെ ചത്ത പശുക്കളെ മാത്രം കഴിച്ച് ആ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാക്കുകയും ചെയ്യുക. അപ്പം ബുദ്ധനോടും ബുദ്ധന്റെ ദർശനത്തോടും അവർക്കുള്ള വെറുപ്പ് എത്രയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം യാഗയജ്ഞങ്ങൾ നടത്തി സുഖിച്ച് വാണുകൊണ്ടിരുന്ന ഇവരുടെ കഞ്ഞുകുടി മുട്ടിച്ചത് ബുദ്ധന്റെ ദർശനങ്ങൾ. അതുകൊണ്ട് അതിനെ മുടിക്കുക, അതിന്റെ വേര് പോലും അവശേഷിപ്പിക്കാതെ അത് തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്ലാൻ. അതുകൊണ്ട് ആശയങ്ങളും പൂർണ്ണമായി നശിപ്പിച്ചു. അതിനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെ ഇല്ലാതാക്കി, ഭിക്ഷുക്കളെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ അത് മനസ്സിലാക്കി വെച്ചിരുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസവും നിഷേധിച്ചു. ഭൂമിയിൽ അവരെ ഇറക്കി വിട്ടു, അവരുടെ തൊഴിലുകളിൽ അവരെ മാറ്റി, അവരെ തൊട്ടുകൂടാത്തവരാക്കി, ദൃഷ്ടിപ്പെട്ടാലും ദോഷമുള്ളവരാക്കി അവരെ കംപ്ലീറ്റ് ബാനിഷ് ചെയ്യുകയാണ്. ആൾക്കാരുടെ ജീവിത ഇടങ്ങളിൽ നിന്ന്, പൊതു ഇടങ്ങളിൽ നിന്ന് അവരെ മാർജിനലൈസ് ചെയ്യുക. അങ്ങനെ ആ ശൂദ്ര വിഭാഗത്തിൽ നിന്ന് ഉണ്ടായ ഒരു വിഭാഗമാണ് ഈ പഞ്ചമരായി മാറുന്നത്. അപ്പൊ ബാക്കിയുള്ള ശൂദ്ര വിഭാഗങ്ങൾ ആ മഹായാനായിട്ട് ഒത്തുപോവുകയാണ്. ഈ പുതിയ പ്രബോധന്മാരെ ആരാധിക്കലും അവരെ പൂജിക്കലും ഒക്കെ ആയിട്ട് ഈ ബ്രാഹ്മണരുടെ കൂടെ ഒത്തടങ്ങ് നിൽക്കുകയാണ്. കാരണം അല്ലെങ്കിൽ അവരും അശുദ്ധരാക്കപ്പെട്ട് പൊതു ഇടങ്ങളിൽ നിന്ന് അവർ മാറ്റി ഓടിക്കപ്പെടും. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാം. ഇതിനകത്ത് വേറൊരു ചെറിയ കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. ചില രാജാക്കന്മാരെങ്കിലും ഇവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജനത എപ്പോഴെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മറ്റവരുടെ മിടുക്കൊണ്ടല്ല, മറിച്ച് നമ്മുടെ രണ്ട് കാര്യങ്ങളുടെ പിഴവുകൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മുടെ ആൾക്കാർ അവര് പറയുന്ന മണ്ടത്തരം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് ഒന്ന് ചോദ്യം പോലും ചെയ്യുക, അന്ധവിശ്വാസികളായി മാറും. രണ്ടാമത്, നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ കുറച്ച് ആൾക്കാർ അവരോട് ഒത്തുനിന്ന് ഒറ്റുകാരാകുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന, ചട്ടുകപ്പണി ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് അത് മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് കുറച്ച് രാജാക്കന്മാർ എന്താ ചെയ്തത്? അവരുടെ മുമ്പിൽ നല്ലൊരു ഓഫറാ വെച്ചു കൊടുത്തത്. എന്താണ്? വർണ്ണ വ്യവസ്ഥയാണ്. ആ വർണ്ണ വ്യവസ്ഥയിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷത്രിയരാക്കി നിലനിർത്താം, ഞങ്ങളുടെ കൂടെ നിന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉപനയനം, ക്രോസ് ബെൽറ്റ് ഞങ്ങൾ ഇട്ടു തരാം. ആ ക്രോസ് ബെൽറ്റ് ഇട്ട് തരുമ്പോൾ നിങ്ങളുടെ ക്ഷത്രിയ പദവി നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ മക്കളും എന്നും രാജാവായിട്ട് ജീവിക്കാം. വേണോ വേണ്ടയോ? കുറച്ചുപേര് പറഞ്ഞു ഓക്കെ ഞങ്ങൾ ചെയ്യാൻ, ഞങ്ങൾ റെഡിയാണ്. അങ്ങനെ അതിനുവേണ്ടി സമ്മതിച്ച്
കുറച്ച് പേര് ഇവരുടെ സപ്പോർട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യുകയും മറ്റു കുറെ രാജാക്കന്മാര് അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുണ്ടായിരുന്ന കുറച്ച് രാജാക്കന്മാര് ഖേത്തിയരായിരുന്ന ക്ഷത്രിയരായിരുന്ന വിഭാഗങ്ങൾക്ക് ഉപനയനം ഇവര് നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പിന്നീട് ശൂദ്രരായി മാറി. സാധാരണ പബ്ലിക്കിലേക്ക് തന്നെ അവർ മാറിപ്പോയി. മറ്റേതങ്ങനല്ല, തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആൾക്കാരെ നമ്മുടെ ജനങ്ങൾ തന്നെ അവർ രാജാക്കന്മാരായിട്ട് വാഴിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഗണതന്ത്രത്തിൽ ബ്രാഹ്മണരുടെ കയ്യിൽ പൂർണ്ണമായി പിടി വന്നു കഴിഞ്ഞപ്പോ ആ കൂട്ടർക്ക് ഭരണവ്യവസ്ഥ അനുസരിച്ച് ഉപനയനം കൊടുത്താൽ മാത്രമേ ക്ഷത്രിയനാകാൻ പറ്റൂ, രാജാവാകാൻ പറ്റുള്ളൂ എന്നൊരു ചിട്ടം കൊണ്ടുവരികയും കുറച്ചു പേർക്ക് നിഷേധിക്കുകയും ചെയ്തപ്പോ ആ കൂട്ടർ സാധാരണക്കാരായി മാറി. അങ്ങനെയാണ് യാദവ വംശമൊക്കെ സാധാരണ ഓഫീസിൽ തന്നെ പോയി. ഒരു കൂട്ടർ ഒരു സമയത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരടങ്ങിയ വിഭാഗക്കാരെന്നവരൊക്കെ ശാക്യര്, മൗര്യര്, നമ്മുടെ എല്ലാവരും കേരളത്തിലെ ചേരന്മാര്, കാരണം രാജാക്കന്മാർ നമ്മുടെ ഇടയ്ക്ക് തന്നെ ആയിരുന്നല്ലോ. നമ്മുടെ ആയിരുന്നല്ലോ കേത്ത്, നമ്മുടെ ആയിരുന്നല്ലോ വയൽ, നമ്മുടെ ആയിരുന്നല്ലോ ഭൂമി. അങ്ങനെ ഭൂമിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറി. ഇപ്പോഴും അതിന് കൃഷിക്കാരായി മാറിയവർ. കൃഷി അവർക്ക് പണ്ടേ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ രാജാധികാരം നഷ്ടപ്പെട്ടപ്പോൾ കൃഷി മാത്രമായി പണി. അങ്ങനെയാണ് ഇന്ത്യയിലെ ഓഫീസ് വിഭാഗം പണി കൃഷിക്കാരായി മാറി. പിന്നെ ഇനി മറ്റൊരു കാര്യം കൂടെ ഇവർ ചെയ്തു. എന്താണ്? ഇതാണ് ഇപ്പൊ പുതിയതായിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. പുതിയ മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും ആരാധനയുടെയും പൂജയുടെയും ഉള്ള ഒരു സെറ്റപ്പ്, ബോധസത്യന്മാരൊക്കെ അടങ്ങിയ ഒരു സെറ്റപ്പ്. ഇതാണ് ശരിയായ ബുദ്ധന്റെ ധർമ്മം. ഇനി ഇതങ്ങ് സമ്മതിച്ചാൽ മതി, ഇതങ്ങ് കേട്ടാ മതി. നിങ്ങൾ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇതാണ് ധർമ്മം. അപ്പൊ ബുദ്ധൻ പണ്ടൊരു വാക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സത്യധർമ്മം അല്ലെങ്കിൽ സനന്ദനധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യധർമ്മം അല്ലെങ്കിൽ സനന്ദനധർമ്മം. സത്യം എന്നല്ല, സച്ച, പാലിക്കാത്ത സച്ച എന്ന് പറയുന്നത്. സച്ചധർമ്മ അല്ലെങ്കിൽ സനന്ദനധർമ്മം. സച്ചധർമ്മം എന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ടുള്ള നിയമം അല്ലെങ്കിൽ ട്രൂത്ത്, സത്യം. എന്താണ് സത്യനെ സംബന്ധിച്ച സാധനം. സനന്ദനം എന്ന് പറഞ്ഞാൽ അനന്തമായ, അനന്തതയുള്ള, അനന്തതയുള്ള. എന്താണത്? Every action has an equal and opposite reaction. ന്യൂട്ടന്റെ ഭാഷ പറഞ്ഞാൽ അങ്ങനെയാണ്. ബുദ്ധന്റെ ഭാഷ പറഞ്ഞാലോ, നമ്മുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താൽ, മറ്റുള്ള ഒരാളോട് നമ്മൾ ചെയ്താൽ തിരിച്ച് അയാളും അതേ പ്രതികരണമായിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനം, മൊറാലിറ്റിയുടെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ടാണ് പഞ്ചശീലങ്ങളൊക്കെ നമ്മളോട് ആദ്യം പറയുന്നത്. അപ്പൊ ഒരാൾക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകും, അല്ലെങ്കിൽ അയാളുടെ ശരീരത്ത് തെറ്റായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അത് തന്നെയായിരിക്കും തിരിച്ചു വരിക. ഒന്നുകിൽ പല രീതിയിൽ അയാൾക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ദ്വേഷത്തെ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ, സന്തോഷത്തെ ഉണ്ടാക്കില്ല. യുദ്ധം ഒരിക്കലും സമാധാനം ഉണ്ടാക്കില്ല. ദ്വേഷം കൊണ്ട് ദ്വേഷത്തെ പരിഹരിക്കാൻ പറ്റില്ല. കലഹം കൊണ്ട് കലഹത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് ഈക്വലായിട്ടൊരു റിയാക്ഷൻ ഉണ്ടാവും. അതങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ നിയമം. നമ്മളൊരാൾ ചീത്ത വിളിച്ച അയാൾ ഹാപ്പി ആവത്തില്ല, അയാൾക്ക് തിരിച്ച് അതേപോലുള്ള വികാരം ഉണ്ടാകും. അപ്പൊ അത് ഒരു പ്രപഞ്ച നിയമമാണ്. ഇത് ഈ നിയമം പ്രപഞ്ചം എന്ന് തുടങ്ങിയോ അല്ലെങ്കിൽ എന്ന് വരെ ഉണ്ടാകുമോ അന്ന് വരെ ഈ നിയമത്തിന് മാറ്റം ഉണ്ടാവില്ല. ഈ ധർമ്മ നിയമങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. ധർമ്മ നിയമങ്ങൾ വേറെയുമുണ്ട്. ഓരോന്നും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണമില്ലാതെ ഒന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ ഇങ്ങനെ പല നിയമങ്ങളെല്ലാം കൂടെ കൂടിയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് പഠിച്ചിട്ടുണ്ട് ധർമ്മം എന്താണെന്നുള്ളത്. അപ്പൊ ഈ നിയമങ്ങൾക്കൊക്കെ ഒരു ടൈം ലിമിറ്റ് ഇല്ല. പ്രപഞ്ചം എന്ന് തൊട്ട് എന്ന് വരെ ഉണ്ടാവും, അക്കാലം അത്രയും ഇത് ഉണ്ടാവും. നമ്മുടെ ഉള്ളിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നിയമങ്ങളെല്ലാം സനന്ദനമാണ്. അപ്പൊ ഈ ധർമ്മത്തിനെ സനന്ദന ധർമ്മം എന്ന് വിളിക്കാം. അപ്പൊ ആ പേര് ഇവരങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ബ്രാഹ്മണ കുട്ടികൾ എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞ സാധനത്തിനാണ് സനാതന ധർമ്മം. അത് സംസ്കൃതത്തിലേക്ക് ആക്കിയപ്പോൾ സനാതന ധർമ്മമായി, ധർമ്മങ്ങൾ ധർമ്മമാക്കി. എന്നിട്ട് അതിനകത്ത് ധർമ്മം എന്തുവാ? ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് ആക്കി. കുലത്തൊഴിൽ ചെയ്യുക, ഡ്യൂട്ടി.
അങ്ങനെയാണ് ഈ ധർമ്മം എന്നുള്ള വാക്കിന് ഡ്യൂട്ടി എന്നുള്ള വാക്കുമായിട്ട് അർത്ഥം വരും. ഇതാണ് നിന്റെ ധർമ്മം, നിന്റെ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിന്റെ കടമ, നിന്റെ കർത്തവ്യം എന്ന രീതിയിൽ അർത്ഥം വരും. അങ്ങനെ അല്ലായിരുന്നു. ധർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രപഞ്ച നിയമങ്ങൾ എന്നായിരുന്നു. പക്ഷെ ഇതിനെ ഡ്യൂട്ടിയുമായിട്ട് കണക്ട് ചെയ്തത്, അല്ലെങ്കിൽ കുലത്തൊഴിലുമായിട്ട് കണക്ട് ചെയ്തത് ഇങ്ങനെയാണ്. കാരണം കർമ്മമാർഗം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ തന്നിരിക്കുന്ന കർമ്മം ചെയ്ത് നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അതുകൊണ്ട് തന്നിരിക്കുന്ന കുലത്തൊഴിലുകൾ മനസ്സാ അർപ്പിച്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ സനാതനമായ ധർമ്മം ഇതാണ്. ഈ വർണ്ണ വ്യവസ്ഥയ്ക്ക് ഇവര് തന്നെ പേരിട്ട് ആൾക്കാരെ കൊണ്ട് അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. കാര്യം അല്ലെന്ന് പറയാൻ ഉള്ള വിഷുകളില്ല ഇവിടെ. ഉള്ളവർ കുറെ പേര് കൊന്നൊടുക്കപ്പെട്ടു, കുറെ പേര് പലായനം ചെയ്തു പോയി, അറിയാവുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. 2-3 തലമുറയ്ക്ക് ശേഷം അവർക്ക് എഴുത്തും വായന അറിയാൻ പറ്റാതെ ആരും തിരിച്ചു പറയാനൊന്നുമില്ല. അപ്പൊ ഒരു കാലഘട്ടത്തില് നമ്മുടെ ഈ വിഷുക്കള് അവരെല്ലാ ജോലികളും ചെയ്യുന്നു, എല്ലാ വിദ്യകളും അറിയാവുന്നവരായിരുന്നു. കുറച്ച് പേര് അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് സ്കില്ല് അറിയാവുന്ന ആൾക്കാർ ആ സ്കില്ലും ചെയ്യുമായിരുന്നു. അതായത് കൃഷി അറിയാവുന്ന പിച്ചുകളുണ്ടായിരുന്നു, നെയ്ത്ത് അറിയാവുന്ന പിച്ചുകളുണ്ടായിരുന്നു, വൈദ്യം അറിയാവുന്ന പിച്ചുകളുണ്ടായിരുന്നു, ലോഹപ്പണി അറിയാവുന്ന പിച്ചുകളുണ്ടായിരുന്നു. അവർ അതേസമയം അഷ്ടാംഗമാർഗം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആൾക്കാരെ തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ശ്രേഷ്ഠരായിരുന്നു, അറിവുള്ളവരായിരുന്നു, ആര്യരായിരുന്നു. അതുകൊണ്ട് അവരെ നോബിൾ അല്ലെങ്കിൽ ശ്രേഷ്ഠ എന്ന അർത്ഥത്തിൽ അരിയർ എന്ന വിഭാഗം എന്താണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്? അരിയോ അഷ്ടാംഗികോ മാർഗോ, അരിയ അഷ്ടാംഗിക മാർഗം, ശ്രേഷ്ഠമായ അഷ്ടാംഗിക മാർഗം, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന അരിയർ. ആ പേര് വിവരം എടുത്തു. ഞങ്ങളാണ് ഇനി മുതൽ ആര്യർ, ഞങ്ങളാണ് ആര്യന്മാർ. അങ്ങനെയാണ് ഈ ആര്യ എന്നുള്ള വാക്ക് വരുന്നത്. അല്ലാതെ അവരിവിടെ കടന്നു വരുമ്പോൾ അവർക്ക് ആര്യ എന്നുള്ള പേരൊന്നുമില്ല. അവർ വരുന്ന ഒരു പേരും കൊണ്ടാണ്, ബ്രാഹ്മണ എന്നുള്ള പേരും കൊണ്ട് അവർ വരുന്നത്. അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാർ എന്നുള്ള പേരും കൊണ്ടാണ് ഇന്ത്യയിൽ അവരെത്തുന്നത്. പക്ഷെ ആര്യർ എന്നുള്ള വാക്ക് അതൊന്ന് കുത്തകയാക്കി. അപ്പം സനാതന ധർമ്മം എന്നുള്ള വാക്ക്, സനാതന ധർമ്മത്തെ അടിച്ചു മാറ്റി സനാതന ധർമ്മം എന്നുള്ള പേരെടുത്തു. ആര്യർ എന്നുള്ള ആ ടൈറ്റില്, ആ പദവി ഇവരങ്ങെടുത്തു. കാഷായ വസ്ത്രം ഇവരങ്ങെടുത്തു. തല മൊട്ടയടിക്കുന്ന പരിപാടി ഇവരെടുത്തു. ഇതിന്റെ മൊത്തം, ആ സിസ്റ്റത്തിന്റെ മൊത്തം അധികാരികളും അവകാശികളും പിന്തുടർച്ചക്കാരും ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അത് മൊത്തത്തോടുകൂടി ഇവരെടുക്കുകയാണ്. സ്വസ്തിക എന്ന് പറയുന്ന സിമ്പൽ പോലും അവരെടുത്തു. അതിന്റെ അർത്ഥം വേറെയാണ്. ഹിറ്റ്ലറുടെ പേരിലാണ് ഇപ്പൊ നമ്മൾ സ്വസ്തിക അറിയുന്നത്. അതല്ലായിരുന്നു സൈന്ധവ നദീ സമയത്തെ സ്വസ്തികയുടെ അർത്ഥം. അത് മാറി. അങ്ങനെ ഈ പറയുന്ന എല്ലാ ബൗദ്ധ ആ ഒരു ധാരയുടെ പൂർണ്ണമായ ഹൈജാക്കിങ് അവിടെ നടക്കുകയാണ്. ഇനി അങ്ങോട്ട് പിന്നെ വരുന്നത് നമ്മുടെ ആ ജനങ്ങളെ, അതായത് അഥവാ ഏതെങ്കിലും ഒരു ഹീനയാനക്കാരനെ, അത് ചിലപ്പോൾ ഭിക്ഷുവാവാം, അല്ലെങ്കിൽ സാധാരണ ഉപാസകരാവാം, ഏതായാലും പുത്തന്റെ യഥാർത്ഥ ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിഹസിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങി. അവരെ കളിയാക്കുക, അവരെ മാക്സിമം ആൾക്കാരുടെ മുമ്പിൽ കൊച്ചാക്കുക, എല്ലാവരോടും കൂടി റാഗ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി. അങ്ങനെ പല പല പേരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ചെയ്തത് ബോധാഗയ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് ബോധഗയ എന്നാക്കി. ബോധം കിട്ടി, ബോധം കിട്ടിയെന്നുള്ള അർത്ഥത്തിലാണ് ബോധാഗയ എന്നുള്ള പേര് വന്നത്. അതിന് ബോധഗയ, ബോധം പോയി എന്നുള്ള അർത്ഥത്തില് പേര്. ഇപ്പോഴും നമ്മൾ പറയുന്നത് ബോധഗയ എന്നാണ്. എന്താ ബോധം പോയി എന്ന്, അത് കളിയാക്കിയിട്ടൊരു പേരാണ്. പക്ഷെ പറഞ്ഞു അത് അതിന്റെ സ്ഥലത്തിന്റെ പേരായി മാറി. പിന്നെ ഗയാസുരനെ കൈലാസം പറഞ്ഞു. ഗയാസുരൻ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു അസുരന്റെ സങ്കല്പം ഉണ്ടാക്കി. എന്നിട്ട് ഗയാസുരൻ ഒത്തിരി ആൾക്കാരെ അയാളുടെ വാക്ചാതുര്യം കൊണ്ട് ആകർഷിക്കുമായിരുന്നു. അങ്ങനെ ആൾക്കാർ മുഴുവൻ അയാളുടെ ഫോളോവേഴ്സായി. ഇതിൽ ദേവതകൾക്ക് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടായി. അവർ മഹാവിഷ്ണുവിനെ പോയി കണ്ടു, അവരുടെ സങ്കടം പറഞ്ഞു. ഉടനെ മഹാവിഷ്ണു തിരിച്ച് താഴോട്ടിറങ്ങി വന്നു. ഗയാസുരനെ ഒരു കല്ലുകൊണ്ട് അയാളുടെ തലയ്ക്ക് മുകളിൽ വെച്ച് അയാളെ അമർച്ച ചെയ്തു, ഒരു കഥ ഉണ്ടാക്കി. ഇപ്പോഴും ഉണ്ട് ഗയാസുരന്റെ അമ്പലം അവിടെ ഉണ്ട്. അയാളുടെ തലയുടെ മുകളിൽ, അസുരന്റെ മുകളിൽ ഒരു കല്ല് കൊണ്ട് വെച്ചിരിക്കുകയാണ്. സംഭവം എന്താണ്? ബൗദ്ധ ദർശനത്തിനെ ബ്രാഹ്മണിസം കീഴടക്കി, ബുദ്ധനെ അവർ കീഴടക്കി. ഇനി ഒരിക്കലും പൊങ്ങി വരാത്ത രീതിയിൽ കല്ല് വെച്ച് അടച്ചു. അതാണ് ഗയാസുരന്റെ കഥ. പിന്നുള്ളത്
നമ്മൾ ഈ പേര് മുഴുവൻ ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് നമ്മൾ വിളിക്കുന്നത് ബുഡ. അതുപോലെ പ്രായത്തിനെ പറ്റി നമ്മൾ പറയുന്നത് ബുഡാപ്പ. ബുഡാപ്പ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം. ബുഡ ബുഡ എന്ന് പറഞ്ഞാൽ കിഴവൻ, കളവൻ. ബുദ്ധു ബുദ്ധു എന്ന് പറഞ്ഞാൽ വിധി. ഇതൊക്കെ ഈ പേരുകൾ കൊണ്ടിട്ട കളികളാണ്. യഥാർത്ഥത്തിലുള്ള ബുദ്ധനെയും ബുദ്ധന്റെ ദർശനങ്ങളെയും ബുദ്ധന്റെ അഷ്ടാംഗമാർഗത്തെയും ഫോളോ ചെയ്തിരുന്ന ആൾക്കാർക്ക് അവർ പരിഹാസപാത്രങ്ങളാക്കുകയാണ്. അതുപോലെ അശുദ്ധിയുണ്ട്. അവർക്ക് ഒന്നാമത് അശുദ്ധിയുണ്ട്, ഐത്തം. അശുദ്ധമാണ് ഐത്തം. അശുദ്ധം. പിന്നെ അതുകൊണ്ട് എവിടെ എപ്പോ കണ്ടു കഴിഞ്ഞാൽ ആർക്ക് വേണം തല്ലാം, കല്ലെറിയാം, അടിക്കാം, കൊല്ലാം. ആരും ചോദിക്കാൻ പറ്റത്തില്ല. കാര്യം ആദ്യമേ ആൾക്കാരിൽ നിന്ന് അവരെ ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കളിയുണ്ട്. ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഫേസ് ചെയ്യുന്ന കളി അതാണ്. ഒരു കാലത്ത് ഇവിടുത്തെ ഭരണാധികാരികളായിരുന്ന മുഗൾ രാജാക്കന്മാരുടെ അതേ മതത്തിനകത്ത് പെട്ടിരുന്ന ഇന്ത്യയിലെ പ്രബലമായ ഒരു വിഭാഗമായിരുന്നു ആലോചിക്കണം. നമ്മുടെ ജനങ്ങൾ തന്നെ മാറിയതാണ്. പക്ഷെ അത് എത്ര പ്രബലമായിരുന്ന വിഭാഗങ്ങൾ ഇന്ന് ഒരുതരം അസ്തിത്വത്തിന്റെ ഭീഷണി നേരിടുകയാണ്. ഐസൊലേറ്റഡ്, സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തല്ലിയാലും കൊന്നാലും ആരും ചോദിക്കാനില്ലാത്തൊരവസ്ഥയാണ്. ഇത് ഈ പ്രക്രിയയാണ് ഓരോ കാലഘട്ടത്തിലും അവർ ഓരോരുത്തരെ അമർച്ച ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സിസ്റ്റമാണ്. ഇത് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ഈ ബ്രാഹ്മണ ആധിപത്യം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ബൗദ്ധ ജനങ്ങൾ ഫേസ് ചെയ്ത അതേ സിറ്റുവേഷനാണ്. അതിനുശേഷം മറ്റൊരു കാര്യം ചെയ്തത്, അശോകൻ എന്ന് പറയുന്ന ആളുടെ മെമ്മറികൾ പോലും ഇന്ത്യയിൽ ഉണ്ടാവരുമെന്ന് തീരുമാനിക്കുക. ഉണ്ടാക്കിയിരുന്ന 84,000 സ്തൂപങ്ങൾ, അശോകന്റെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന 84,000 സ്തൂപങ്ങൾ, ശിലാലിഖിതങ്ങൾ എല്ലാം നശിപ്പിക്കുക. ഒന്നും പോലും തിരിച്ചു കിട്ടാത്ത രീതിയിലേക്ക് അവസ്ഥ. എല്ലാം നോക്കിയാൽ ഒന്നുകിൽ ഒടിഞ്ഞും പറഞ്ഞു നോക്കിയാണ് എല്ലാം കിടക്കുന്നത്. ഒന്നും പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് ദേവനാംബിയാണ്. ദേവനാംബിയ പ്രിയദർശി. ദേവനാംബിയ എന്ന് പറയുന്ന വാക്ക് ദേവങ്ങൾക്ക് പോലും പ്രിയപ്പെട്ടവൻ എന്ന രീതിയിലുള്ള ഉണ്ടാക്കിയ ഒരു വിളിപ്പേരാണ്. അതിന്റെ അർത്ഥം ഇവര് മാറ്റി. ദേവനാംബിയ എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ ശപിച്ചവൻ എന്ന അർത്ഥം എന്ന രീതിയിൽ ഒരു അർത്ഥം ഉണ്ടാക്കി. സംസ്കൃതമാകുകൊണ്ട് പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ അർത്ഥം കൊണ്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ അതിനുശേഷം ഈ ബുദ്ധ സന്യാസിനിമാരുണ്ട്, ഭിക്ഷുണിമാരുണ്ട്. അവരെയൊക്കെ ഇവര് ദേവദാസികളാക്കി. കാരണം ബ്രാഹ്മണ ഭിക്ഷുക്കൾ അവിടെ മുഴുവൻ കയ്യേറി ഭിക്ഷുണികളെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദേവദാസികളാക്കി മാറ്റി. അങ്ങനെയാണ് ദേവദാസ് സമ്പ്രദായം ഇന്ത്യയിൽ വരുന്നത്. അപ്പോ ഇത് നമ്മൾ അതിനുശേഷം മറ്റു ചില കാര്യങ്ങളോട് ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ഖജുരാഹോയും കൊണാർക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ ദേവദാസി സമ്പ്രദായത്തിന് ഉതകുന്ന രീതിയിലുള്ള കൊത്തുപണികളാണ്. മുഴുവൻ എറോട്ടിക് ആയിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള കൊത്തുപണികളും എല്ലാം കൊണ്ട് വെച്ച് ഇത് മുഴുവൻ സെക്സിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതിൻ്റെ അകത്ത് ഇവര് തന്നെ കൊണ്ടുവന്ന ചില മഹായാന കുറെ പുതിയ കുറെ തന്ത്രങ്ങളും മന്ത്രങ്ങളും വിദ്യകളും ഒക്കെ ഉണ്ട്. എന്താണ്? നഗ്ന സ്ത്രീകളെ വെച്ചുള്ള പൂജകൾ. അതൊക്കെ നമ്മൾ ഒരു മലയാള സിനിമയ്ക്കകത്ത് തന്നെ ആർദ്രവ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അതിന്റെ ചെറിയൊരു സംഭവം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ആഭിചാരങ്ങൾ, ബ്ലാക്ക് മാജിക്കുകൾ. കാര്യം ഈ സംഗതികള് അങ്ങ് വഷളായി വികൃതമായി വരികയാണ്. മഹായാനക്കകത്ത് പിന്നീട് മന്ത്രങ്ങൾ തുടങ്ങുന്നു, മന്ത്രയാനമാകുന്നു. അത് തന്ത്രങ്ങൾ തുടങ്ങുന്നു, താന്ത്രിക വിദ്യകൾ തുടങ്ങുന്നു, തന്ത്രയാനമാകുന്നു. അതിൻ്റെ ഇടയ്ക്ക് വജ്രപാണി എന്ന് പറയുന്ന ഒരു ബോധസത്വം ഉണ്ടാക്കിയിട്ട് ആ ബോധസത്വത്തിന് എല്ലാ ബുദ്ധന്മാരുടെയും എന്താ പറയുക പ്രൊട്ടക്ഷൻ അയാളുടെ കയ്യിലാണെന്ന് പറയാം. അയാളെ എല്ലാവരെക്കാളും വലിയ പവർഫുൾ ആക്കിയുള്ള ഒരു ശക്തിയാക്കി മാറ്റുന്നു വജ്രപാണി. അങ്ങനെയാണ് വജ്രയാനം എന്നുള്ള പേര് വരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്ന് ഈ ബുദ്ധനെ വെച്ചുകൊണ്ടിരുന്ന കഥ ഉണ്ടാക്കുക. ജാതക കഥകൾ മുഴുവൻ അങ്ങനെ എഴുതി കൂട്ടിയ കഥകളാണ്. ബുദ്ധൻ ഒരിക്കലും അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ആ കഥ പറഞ്ഞു, ഇവിടെ ഇരുന്നപ്പോൾ ഈ കഥ പറഞ്ഞു. ഒരിക്കൽ ബുദ്ധൻ ആടായിരുന്നു, പിന്നെ ബുദ്ധൻ പട്ടിയായി, പിന്നെ ബുദ്ധൻ കഴുതയായി, പിന്നെ മനുഷ്യനായി. ഇങ്ങനെ ബുദ്ധൻ തന്നെ കുറെ കഥകൾ പറഞ്ഞായിട്ട് ബുദ്ധന്റെ പേര് തന്നെ എഴുതി അടിച്ചുണ്ടാക്കുകയാണ്. സുമേധൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ,
അയാൾ വിഷ്ണുവിന്റെ വലിയ ഭക്തനായിരുന്നു. വിഷ്ണു ഒരിക്കൽ അയാൾക്ക് വരം കൊടുത്തു, നീ വരും ജന്മത്തിൽ നീ ബുദ്ധനായി മാറും. സുമേധൻ അടുത്ത പ്രാവശ്യം പിന്നീട് ആനയായി ജനിച്ചു. ആ ആനയാണ് പിന്നീട് മഹാമായ ഗർഭിണിയാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ബുദ്ധന് ജന്മം കൊടുക്കുന്നതിന് മുമ്പായിട്ട് മഹാമായുടെ ഉദരത്തിലേക്ക് ഒരു വെളുത്ത താമരപ്പൂവായിട്ട് ഒരു വെളുത്ത ആന കയറുന്നതായിട്ട് മഹാമായ റാണി സ്വപ്നം കണ്ടു. അങ്ങനെ ഉണ്ടായതാണ് ഗൗതമ ബുദ്ധൻ. അപ്പൊ ആരാണ് ഗൗതമ ബുദ്ധനും? ബ്രാഹ്മണനിൽ നിന്ന് പോയത് മാത്രമേ ഇന്ത്യയിലുള്ളൂ. പതയപ്പെട്ട വന്തരകളും ബ്രാഹ്മണനിൽ നിന്ന് പോയതാണ്. ബ്രാഹ്മണനിൽ നിന്ന് പോയതല്ലാതെ ഒരു സാധനം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് വരുത്തണം. എല്ലാം ഇവരുടെ കയ്യിൽ നിന്നാണ് പോയത്. അക്ഷരം പഠിക്കുന്നത് മുഴുവൻ ഇവരുടെ കയ്യിലാണ്, വിദ്യാഭ്യാസം മുഴുവൻ ഇവരുടെ കയ്യിൽ നിന്നാണ് പോയത്. നല്ലതല്ല ഇവരുടെ കയ്യിൽ നിന്നാണ് പോയത്. അങ്ങനെ ആ കഥകൾ ഉണ്ടാക്കുന്നു. ബുദ്ധൻ ജനിച്ചു കഴിഞ്ഞപ്പോഴോ, അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, ബുദ്ധൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ബുദ്ധന്റെ ശരീരത്ത്, സിദ്ധാർത്ഥ ഗൗതമന്റെ ശരീരത്തിൽ 8 പ്രധാനപ്പെട്ട ചില മാർക്കുകളുണ്ട്. അത് വളരെ വിശിഷ്ടമായിട്ടുള്ള ജന്മങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആര് കണ്ടതൊക്കെ അടിച്ചുണ്ടാക്കുകയാണ്. പ്രത്യേകമായ 8 മാർക്കുകളുണ്ട്. അത് വിശിഷ്ടമായ ജന്മങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം മഹാമായ അദ്ദേഹത്തെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ഈ കുട്ടി 8 അടി എന്ന് നടക്കുകയാണ്, എഴുന്നേറ്റ് കഥ ഉണ്ടാക്കുകയാണ്. ഏത് ഇപ്പൊ ഉണ്ടായ ഒരു കൊച്ചുകുട്ടി 8 അടി എന്ന് നടക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തെ പറ്റി ഭയങ്കരമായ വർണ്ണിച്ചു കുറെ കഥകളുണ്ടാക്കി. ഇതിലെല്ലാം വെള്ളം തൊടാതെ വീഴുന്ന നമ്മുടെ ആൾക്കാർ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ബുദ്ധനെ പറ്റി കുറെ കഥകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇത് മൊത്തത്തില് ബുദ്ധനെയും വിഷ്ണുവിന്റെ അവതാരമാക്കുന്നു. ഇത് വിഹാരങ്ങൾ മുഴുവൻ ബുദ്ധനെ അങ്ങനെ വിഷ്ണുവിന്റെയും ബ്രാഹ്മണ മൂർത്തികളുടെ ഒക്കെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതുപോലെ മറ്റൊരു കാര്യം ചെയ്തത്, ഈ ഒത്തിരിയേറെ ക്ഷത്രിയ രാജാക്കന്മാരെ ശൂദ്രരാക്കി മാറ്റിയല്ലോ. കാര്യം എതിർത്ത് നിന്നവരെ ശൂദ്രരാക്കി മാറ്റി, അവരൊക്കെ ഭരിക്കണ്ടേ. അപ്പൊ ഇവർക്ക് ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ ഇവർക്ക് ഭരണത്തിന് വേണം. പുഷ്യമിത്ര സുംഗൻ ശരിക്കും പറഞ്ഞാൽ ആയുധം എടുക്കാനായിട്ട് പാടില്ലാത്തതാണ്. വർണ്ണ വ്യവസ്ഥ അനുസരിച്ച് ബ്രാഹ്മണന് ആയുധം തൊടാൻ പാടില്ല. അത് മുഴുവൻ ഈ കൊല്ലുകയും ശരീരത്തിൽ മുറിവുണ്ടാക്കി രക്തം വരുന്ന പരിപാടിയും ശാരീരിക അധ്വാനം ഒക്കെ വേറെ ആൾക്കാർക്ക് കൊടുക്കുള്ളൂ. ഇവർ മോളിൽ ഇങ്ങനെ ആഹ്വാനം ചെയ്തിട്ടുള്ളൂ. അപ്പം പറഞ്ഞ മറ്റു ആൾക്കാരത് ചെയ്തുള്ളൂ. അങ്ങനെയാണ് രാജാക്കന്മാരുടെ പരിപാടി തന്നെ ബ്രാഹ്മണനെ സൂചിപ്പിച്ച് നിർത്തുക എന്നുള്ളതായിരുന്നല്ലോ. അതാണ് നമ്മൾ പറയുന്നത്, പശുവിനും ബ്രാഹ്മണനും സുഖം വരുന്ന രീതിയിൽ ഭരിക്കുന്നവനാണ് ആ രാജ്യത്ത് മാത്രമുള്ള ഗുണം പിടിക്കുള്ളതാണ്. അതാണ് ലോക സമസ്ത സുഖിനോഭവം എന്ന് പറയുന്ന ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ കുറച്ച് രാജാക്കന്മാരെ ഇവരുടെ കയ്യിലുള്ളവരെ കിട്ടി. പക്ഷെ വേറെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇവർക്ക് ആൾക്കാരില്ല. അപ്പൊ വൈശ്യരായിട്ടുള്ള ആൾക്കാരെ ഇവര് പ്രത്യേക ചടങ്ങുകൾ നടത്തി ഇവര് ഉയർത്തി രാജപദവി, ക്ഷത്രിയ പദവിയിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ക്ഷത്രിയ സവർണരാകുന്നത്. അതുപോലെ തന്നെ പുഷ്യമിത്രനും ഒരു വംശം കൂടെ, അല്ല ഒരു ജനറേഷൻ കൂടെ അവർ ഭരിച്ചുള്ളൂ, സുംഗ വംശം. ബ്രാഹ്മണർ അവിടെ 2 പേരെ വരുന്നു, പുഷ്യമിത്രനും പുഷ്യമിത്രന് ശേഷവും കൂടെ. അപ്പൊ അങ്ങനെ അതിനകത്ത് അയാൾ പറയുന്നുണ്ട്, അനുസ്മൃതിക്കകത്ത് ഒരു ക്ലോസ് ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം വരുന്ന സമയത്ത് ബ്രാഹ്മണൻ ആയുധം എടുക്കാമെന്നുള്ള ഒരു ക്ലോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ പിന്നെ ഒരു തർക്കം വേണ്ട. അങ്ങനെ ഇയാള് തന്നെ. പക്ഷെ അതിന് ശേഷം ഉടനെ തന്നെ വൈശ്യരെ പ്രൊമോട്ട് ചെയ്ത് ക്ഷത്രിയരാക്കി. അങ്ങനെ ഗുപ്ത രാജവംശം വരുന്നത്. ഗുപ്തന്മാർ ശരിക്കും പറഞ്ഞാൽ വൈശ്യരാണ് അടിസ്ഥാനപരമായിട്ട്. അതുപോലെ തന്നെ കുറെ പുസ്തകങ്ങൾ എഴുതിയ കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് സുമതി ഭാർഗവൻ എഴുതിയ മനുസ്മൃതി, ഈ വിഷ്ണു ശർമ്മ എന്ന് പറയുന്ന ബ്രാഹ്മണൻ എഴുതിയ പഞ്ചതന്ത്രം, അതുപോലെ ചാണക്യൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ എഴുതിയ അർത്ഥശാസ്ത്രം. ഇതെല്ലാം സംസ്കൃതത്തിലാണ്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഈ സുമതി ഭാർഗവൻ തന്നെയാണ് വിഷ്ണു ശർമ്മ എന്നും വിഷ്ണു ശർമ്മ തന്നെയാണ് ചാണക്യൻ എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. കാര്യം ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് സംസ്കൃതം അറിയാവുന്ന ഒരാൾ ഉപദേശിക്കാൻ കൂടെ വേണ്ട. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനനാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭാഷ പാലിയാണ്. അയാൾ ഉപദേശിക്കുന്ന ചാണക്യന്റെ ഭാഷ സംസ്കൃതം. അതെങ്ങനെ ശരിയാവുന്നു?
ഇത് ചന്ദ്രഗുപ്ത മൗര്യൻ നന്നായിട്ട് ഭരിക്കുകയും ഒരു രാജ്യം ഉണ്ടാക്കുകയും ഒരു വംശം ഒരു സാമ്രാജ്യം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ, മൗര്യ സാമ്രാജ്യം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അകത്തും ബ്രെയിൻ ബ്രാഹ്മണന്റെ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാങ്കല്പിക സൃഷ്ടിയാണ് ഈ ചാണക്യൻ. പക്ഷേ യഥാർത്ഥത്തിൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ, ചരിത്രം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ചാണക്യന്റെ അർത്ഥശാസ്ത്രം പുഷ്യമിത്രത്തിന് ശേഷമാണ് ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇതൊക്കെ പലതും വലിയ പുരാണമാണ് അവിടെയൊക്കെ പറയുമെങ്കിലും സംഭവം ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം അതിന് ശേഷമാണ് ഇവര് ലിപി കണ്ടുപിടിക്കുന്നത്, ദേവനാഗരി എന്ന് പറഞ്ഞ ലിപി ഉണ്ടാക്കുന്നത്, പാണിനി ഗ്രാമർ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ അതിന് ശേഷമാണ്. അപ്പൊ പിന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്തുണ്ടായിരുന്ന ചാണക്യൻ എങ്ങനെയാണ് സംസ്കൃതത്തിനകത്ത് അർത്ഥശാസ്ത്രം എഴുതുക? അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ എഴുതി. അതുപോലെ തന്നെ പിന്നീട് ഭഗവത്ഗീത എഴുതുന്നുണ്ട്. ഭഗവത്ഗീത എഴുതിയതിനകത്തൂടെയാണ് ബുദ്ധമതം മുമ്പോട്ട് വെച്ചിരുന്ന ഒരു മൊറാലിറ്റിക്ക് പകരമായിട്ട് ബ്രാഹ്മണന്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇമ്മൊറാലിറ്റിയെ സ്ഥാപിക്കുന്നത്. ബുദ്ധന്റെ മൊറാലിറ്റി നമുക്ക് ബേസിക്കലി അടിസ്ഥാനമായിട്ട് പഞ്ചശീലങ്ങളെ ആസ്പദമാക്കി നമുക്ക് എടുക്കാം. കൊല്ലരുത്, മോഷ്ടിക്കരുത്, കളവ് പറയരുത്, വ്യഭിചരിക്കരുത്, മദ്യവും മയക്കുമരുന്ന് കഴിക്കരുത്. ഈ 5 കാര്യങ്ങളും ഭഗവത്ഗീതയ്ക്കകത്ത് അലൗഡാണ്. കള്ളം പറയണോ പറഞ്ഞോ, കൊല്ലണോ കൊല്ലണ കൊല്ല്. നീ അപ്പനാണോ അമ്മാവനാണോ അനിയനാണോ അളിയനാണോ നോക്കണ്ട, കൊല്ല്. കൊന്നാലും ശരീരം മാത്രം നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കൊന്നു. ക്ഷത്രിയന്റെ ധർമ്മമാണ് കൊലപാതകം, നീ ധൈര്യമായിട്ട് കൊല്ല്. ചൂത് കളിക്കണം, കളിച്ചോ, അതിന് ക്ഷത്രിയന്റെ അവകാശമാണ്. ഭാര്യ പണയം വെക്കണോ, വെച്ചോ, അതില്ലെങ്കിൽ തന്നെ ക്ഷത്രിയനാവത്തില്ല. പിന്നെ ഇനി മോഷ്ടിക്കണോ, മോഷ്ടിച്ചോ. പെണ്ണുങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവരിയ്ക്കുന്ന അവരുടെ കതിർ മണ്ഡപത്തിൽ നിന്നൊക്കെ അടിച്ചോണ്ട് പോകുമ്പോൾ കുഴപ്പമില്ല. ചതി ചെയ്യണോ, ചെയ്തോ. തുടക്കടിച്ചു കൊല്ലണോ, കൊന്നു. ഈ മണ്ണിനകത്ത് പൂണ്ട് കിടക്കുന്ന രഥം എടുക്കുന്ന സമയത്ത് ആയുധം കയ്യില്ലാത്ത കർണനെ കൊല്ലുന്ന ഭാവ കൊന്നു. ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നു. നിന്റെ ലക്ഷ്യം എന്താണോ, ഇഷ്ടമുള്ള മാർഗം ജീവിച്ചു, കുഴപ്പമില്ല, ഫുള്ള് സാങ്ഷനാണ്. മദ്യം മയക്കുമരുന്ന് കഴിക്കണോ, കഴിച്ചു. ബലരാമനൊക്കെ ഫുൾ ടൈം വെള്ളത്തിലാണ്. ബലരാമൻ പോലും വിഷ്ണുവിന്റെ അവതാരമാണ്. ദേവന്മാർ മൊത്തം സൂര്യയും സോമമാണ് കഴിക്കുന്നത്. പിന്നെ എന്നാ കുഴപ്പം, കഴിച്ചോ. അങ്ങനെ എല്ലാ രീതിയിലുള്ള മൊറൽ ഫ്രെയിംവർക്കിനെ നശിപ്പിച്ച് ഏറ്റവും ഇമ്മോറലായിട്ട് ഒരു സാൻമാർഗികതയും ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയതിന്റെ അതിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ഇപ്പോഴും ഭഗവത്ഗീതയാണ് ഭയങ്കര വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് അതിനെപ്പറ്റി പാരായണം ചെയ്യാൻ, അതിനെ വിശകലനം ചെയ്യാനൊക്കെ ചില സ്വാമിമാർ ഇപ്പോഴും രാവിലെ സമയം കളയുന്നുണ്ട്. ചില ലിബറൽ സ്വാമിമാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഇന്ത്യയുടെ ആശയ പരിസരം, ഇന്ത്യയുടെ സോഷ്യൽ ഫിലോസഫി, സോഷ്യൽ സൈക്കോളജി, മനുഷ്യൻ ഫോളോ ചെയ്യുന്ന മൊറാലിറ്റി, ഇതിനെ എല്ലാത്തിനും മാറ്റം വരുത്തിക്കാം. അതുപോലെ ഭിക്ഷുക്കളെയൊക്കെ നമ്മൾ കാണുമ്പോൾ എവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് തല്ലാനും കൊല്ലാനോ അടിക്കാനോ കല്ലെറിയാനോ ഒക്കെ ഉള്ള സാങ്ഷൻ ഉണ്ടായിരുന്നു. കാര്യം അവർ ശുദ്ധരല്ലല്ലോ, അവർ അശുദ്ധിയുള്ളവരാണ്. നമ്മള് ഈ മൃച്ഛകടികം എന്ന് പറയുന്ന ശൂദ്രകൻ എന്ന് പറയുന്ന മൃച്ഛകടികം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്, സംസ്കൃത നോവലുണ്ട്. അതിൻ്റെ അകത്ത് അന്നത്തെ രാജാവിന്റെ സഹോദരനായിട്ടുള്ള അയാളുടെ പേര് ചാരുദത്തൻ. ചാരുദത്തന്റെ സുഹൃത്തായിട്ടുള്ള മൈത്രേയനും അവര് നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷുവായിട്ടുള്ള സംബകഹൻ എന്ന് പറയുന്ന ഭിക്ഷുവിനെ കാണുമ്പോൾ, സംബകഹൻ അയാളെ കാണുമ്പോൾ അയാളെ വെറുതെ കല്ലെടുത്ത് അടിക്കുകയാണ്, എറിയുകയാണ്, തലക്കടിക്കുകയാണ്. ആ ഭിക്ഷു ഒന്നും അറിയാതെ, ഒന്നും മിണ്ടാതെ, തിരിച്ചു പറയാതെ അയാൾ പോവാണ്. ആ സമയത്തെ ഇന്ത്യയിലെ ഒരു സാമൂഹിക പരിസരം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയാം. ബുദ്ധമതത്തിന്റെ ഒടുവിൽ അല്ലെങ്കിൽ മഹായാന ശക്തി പ്രാപിച്ച് പൂർണ്ണ ബ്രാഹ്മണ ആധിപത്യം
ആയിക്കഴിഞ്ഞ സമയത്ത് ഒരു ഭിക്ഷുവായിട്ട് ഇന്ത്യയിൽ, അതായത് യഥാർത്ഥ ഭിക്ഷുവായിട്ട്, തേരവാദ ഭിക്ഷുവായിട്ട് ഇന്ത്യ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിരുന്ന ഒരു കാര്യമല്ല. അങ്ങനെയാണ് ഇന്ത്യ വിട്ടവരെല്ലാം ഓടിപ്പോകുന്നത്. ഒത്തിരിയേറെ പേരെ കൊന്നൊടുക്കി. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ആലുവയിലെ ശൂലാഗ്രഹത്തിൽ ഇവരെ കൊന്ന് നിരനിരയായിട്ട് തൂക്കിയിടുന്ന സ്ഥലം ശൂദ്രത്തിൽ ഇങ്ങനെ ഇരുത്തി ചിത്രവധം എന്ന് പറയും. അതുപോലെ തന്നെ തമിഴ്നാട്ടില് മധുരയില് സംബന്ധമൂർത്തി എന്ന് പറയുന്ന ആള് കഴുവേറ്റി തിരുവിഴ എന്ന് പറയുന്ന സംഭവം, കഴുവേറ്റി തിരുവിഴ, അതിനൊരു ഒരു ഉത്സവമായിരുന്നു. അമ്പലങ്ങളിലൊക്കെ ഉള്ള കൊടിമരത്തിൽ തൂങ്ങി ആടുന്ന കൊടി കണ്ടു കഴിഞ്ഞാൽ തലയില്ല, 2 കൈയും 2 കാലും മാത്രമേ ഉള്ളൂ. പിന്നെ ഗരുഡൻ തൂക്കം, ഇങ്ങനെ പല പല പരിപാടികളായിരുന്നു. മുഴുവൻ ഇവരെ കൊല്ലുക, കൊന്ന ആൾക്കാരെ പ്രദർശിപ്പിക്കുക, ആ ടെറർ കാണിച്ച് പേടിപ്പിക്കുക, പിന്നീട് ഒരാൾ പോലും തിരിച്ച് ബ്രാഹ്മണനെതിരെയോ ബ്രാഹ്മണിസത്തിനെതിരെയോ മിണ്ടാതിരിക്കുക, ബ്രാഹ്മണ ശാപം കിട്ടും എന്നുള്ള പേടി കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ടെററിലാണ് ആൾക്കാർ ജീവിച്ചത്, പേടിച്ചാണ് ജീവിച്ചത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മുടെ കുറെ രാജാക്കന്മാർ അവരോട് ചേർന്ന് അരുനിന്നു, ഒറ്റാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇന്നും നമ്മൾ രക്ഷപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നും നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ, പൊളിറ്റിക്സിലുള്ളവർ ഇപ്പോഴും നമ്മൾക്ക് വേണ്ടിയിട്ടല്ല അവർ നിലനിൽക്കുന്നതെന്നുള്ളതാണ്. ഇനി അതിനുശേഷമാണ് വിഹാരങ്ങൾ മുഴുവനായിട്ട് പിടിച്ചെടുക്കുന്ന ഒരു ചെയിൻ ഓഫ് ആക്ഷൻ വരികയാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള വിഹാരങ്ങൾ പിടിച്ചെടുക്കുകയാണ്. മെയിനായിട്ട് പിടിച്ചെടുക്കുന്ന മുഴുവൻ ഈ അവലോകിതേശ്വരൻ ശിവന്റെ പേരിലാണ് പിടിച്ചെടുക്കുന്നത്. കാരണം അതിനകത്തെല്ലാം മഹായാന കൊണ്ടുവരുന്നു. ആ മഹായാന കൊണ്ടുവന്നതിന് ശേഷം അവിടെ മുഴുവൻ ആരാധന രീതികളും സംഭവങ്ങളെല്ലാം മാറുന്നു, ശിവന്റെ പ്രതിഷ്ഠ വെക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ബുദ്ധനെ മാറ്റി ശിവനെ പ്രതിഷ്ഠിക്കുന്നു. അത് പിന്നീട് ശിവന്റെ വിഹാരമായി, ശിവന്റെ അമ്പലമായി മാറും, ക്ഷേത്രമായി മാറും. ഈ ക്ഷേത്രം എന്ന വാക്കിൽ അർത്ഥം തന്നെ ആ നിലം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയുള്ള സെന്റർ എന്നാണ് അതിന്റെ അർത്ഥം. ക്ഷേത്രാണ് ക്ഷേത്രം. ഒരു ബ്രാഹ്മണൻ ഒരു അമ്പലം സ്ഥാപിച്ച് അല്ലെങ്കിൽ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിരിക്കുന്ന ഒരു ഏരിയ മൊത്തം അതിന്റെ കീഴിലാണ്. പിന്നെ അങ്ങനെയാണ് ഈ ദേവസ്വവും ബ്രഹ്മസ്വവും ഒക്കെ വരുന്നത്. ഒന്ന് ദേവന്റെ പേരിൽ അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ പേരിൽ. പുഷ്യപുത്രന് ശേഷം വേറെ കുറെ രാജാക്കന്മാരുണ്ട് ഇതുപോലത്തെ വൃത്തികളുള്ള രാജാക്കന്മാരുണ്ട്. ഒന്നൊരു ശശാങ്കൻ എന്ന് പറയുന്നത് ബംഗാളുകാരനാണ്. ഇയാള് ഒരു ബുദ്ധിസ്റ്റിക്കായിരുന്ന ഹർഷനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഹർഷനെ കൊല്ലാൻ പറ്റുന്നില്ല. എന്നിട്ട് ഹർഷന്റെ ബ്രദറായിട്ടുള്ള രാജ്യവർദ്ധൻ, മറ്റേ ഹർഷവർദ്ധൻ, ഇത് രാജ്യവർദ്ധൻ എന്ന് പറയുന്ന അയാളാണ് കൊല്ലപ്പെടുന്നത്. ഇവനൊരു ഭയങ്കരമായ എന്താ പറയാ, ഒരു ഫനാറ്റിക് ആയിട്ടുള്ള ഒരു ശൈവഭക്തനായിരുന്നു ഈ ശശാങ്കൻ. ഭയങ്കര ഒരു മതഭ്രാന്തനായിരുന്നു. ബ്രാഹ്മണിക സിസ്റ്റത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭയങ്കരമായ കടുത്ത ഇതുള്ള ഒരു ദേഷ്യമുള്ള ഒരു സവർണൻ. അയാളാണ് ബോധി വൃക്ഷത്തെ നശിപ്പിക്കാനായിട്ട് അയാൾ വെട്ടുന്നുണ്ട്. അപ്പൊ ഗേല് വന്നിട്ട് ആ ബോധി വൃക്ഷം വെട്ടി അതിന് ശേഷം അതിന്റെ വേരടക്കം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ അവിടെ തീ വെക്കുന്നു. അതിനുശേഷം കരിമ്പിന്റെ ജ്യൂസ് ഒഴിക്കുക. കാരണം ആ വേരടക്കം ഉറുമ്പ് തിന്നിട്ടെങ്കിലും നശിക്കണം. പക്ഷെ എന്നിട്ടോ നശിക്കില്ലെന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നെ പൊട്ടിക്കിളുത്തു. ആ വേരെന്ന് പൊട്ടിക്കിളുത്തിട്ട് പിന്നെ അവിടെ വലിയ മരമായി. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ബോധിവൃക്ഷം. ആ ബോധിവൃക്ഷത്തിന്റെ ഒരു കമ്പാണ് അശോകന്റെ മോൻ. അത് എനിക്ക് ആദ്യത്തെ, അത് ഈ പറയുന്ന രണ്ടാമതൊന്നല്ല, ആദ്യത്തെ ബോധിവൃക്ഷത്തിന്റെ കമ്പാണ് അശോകന്റെ മകനായ മഹേന്ദ്രൻ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവന്നു. ശശാങ്കനൊക്കെ പിന്നീട് വരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ബോധഗയയിലുള്ള വൃക്ഷം ആദ്യത്തെ വൃക്ഷത്തിൽ രണ്ടാമത് കിളിർത്തു വന്നതാണ്. അതുപോലെ തന്നെ ഈ മഹാബോധി ക്ഷേത്രമുണ്ട് നമ്മുടെ ബോധഗയയില്. അവിടുത്തെ ബുദ്ധന്റെ വിഗ്രഹം ഉണ്ടായിരുന്നതിനെ മാറ്റി ഇവര് ഈ ശശാങ്കൻ അവിടെ ശിവന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് മറ്റു കാര്യം പറയാൻ മറന്നുപോയി. ഈ പ്രതിമ വെച്ചുള്ള ആരാധന തുടങ്ങിയായിരുന്നു ബ്രാഹ്മണർ. കാര്യം ഈ മൂർത്തികളെ മുഴുവൻ, അതായത് അനുഗ്രഹിച്ചിരിക്കുന്നു പറഞ്ഞാൽ പോരാ, പിന്നെ അവരെല്ലാം കാണണം.
അപ്പൊ അതിനുവേണ്ടി പ്രതിമ ഉണ്ടാക്കുന്ന പ്രതിമയ്ക്കകത്തോട്ട് ശക്തിയെ ഞങ്ങൾ മന്ത്രം ചൊല്ലി ആവാഹിച്ചു കൂടിയിരിക്കുന്നു പറയും. അങ്ങനെയാണ് ഈ പറയുന്ന പ്രതിഷ്ഠാകർമ്മം പ്രാണപ്രതിഷ്ഠയൊക്കെ തുടങ്ങുന്നത്. അങ്ങനെയാണ്. പിന്നെ അതിനകത്ത് ദേവനുണ്ട്, അല്ലെങ്കിൽ ദേവതയുണ്ട്. ആ ദേവതയ്ക്ക് തിന്നാൻ രാവിലെ നിവേദ്യം, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകിട്ട് ഡിന്നർ, വൈകിട്ട് രാത്രി പാട്ട് പാടി ഉറക്കണം. ഇങ്ങനത്തെ ഫുൾ പരിപാടികൾ അവിടെ തുടങ്ങും. അവിടെ പിന്നെ നമ്മൾ പുഷ്പാഞ്ജലി കൊടുക്കണം, അർച്ചന കൊടുക്കണം, നെയ്യ് കൊടുക്കണം, എണ്ണ കൊടുക്കണം, നിവേദ്യം കൊടുക്കണം. ഇതെല്ലാം നമ്മൾ കൊടുക്കുക, പൈസ ആയിട്ട് കൊടുക്കുക. പിന്നെ പുള്ളിയെ കാണണമെങ്കിൽ നമുക്ക് ക്യൂ വേണം. അതൊക്കെ പിന്നെ ഇപ്പോൾ വന്നതാണ്. VIP ക്യൂ ഒക്കെ പിന്നീട് വരികയാണ്. അതുപോലെ വേറൊരു രാജാവായിരുന്നു മിഹിരകുലൻ എന്ന് പറയുന്നത്. അയാള് പറയുന്നത് അയാള് ഗാന്ധാരത്തിലാണ്. ഗാന്ധാരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സ്ഥലത്ത് ബോർഡറിലാണ് അവിടെ ഈ ഗാന്ധാര ഇരിക്കുന്നത്. കാണ്ഡഹാർ പഞ്ചാബ് പ്രവിശ്യയുടെ പഞ്ചാബ് രാജ്യത്തിന്റെ രാജാവായിരുന്നു മിഹിരകുലൻ. അയാൾ ഇതുപോലെ തന്നെ ഒരു ഭയങ്കരമായ ബ്രാഹ്മണ വാദക്കാരനായിരുന്നു. അയാൾക്ക് ഇതുപോലെ തന്നെ കടുത്ത ബൗദ്ധ വിരോധിയായിരുന്നു. ബ്രാഹ്മണ ആധിപത്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട കക്ഷിയാണ്. 1600 വിഹാരമാണ് അയാൾ നശിപ്പിക്കുന്നത്. 1600 വിഹാരം നശിപ്പിക്കുകയാണ് ഇത്. പിന്നെ വേറൊരു കക്ഷിയാണ് തോരമാനൻ എന്ന് പറയുന്നത്. തോരമാനൻ ഇത് നിങ്ങൾ സോഷ്യലിസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. തോരമാനൻ അയാൾ ഘോഷിതാരാമ എന്ന് പറയുന്ന ഒരു മാസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. ഇനിയാണ് അപ്പൊ ഇതുവരെ മഹായാനം. ഇനി ഇതിനെ വേദങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. ഈ വേദങ്ങളുമായിട്ട് നിന്ന് കണക്ട് ചെയ്യുന്നത് പിന്നീടാണ് വരുന്നത്. അടുത്ത വേദങ്ങൾ തിരിച്ചു വരികയാണ്. ഏത് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയി വേദം, യാഗം, യജ്ഞം ഒക്കെ ബുദ്ധന്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയതാണ്. ഇനി അതിനെ തിരിച്ച് കൊണ്ടുവരണം. പൂർണ്ണമായിട്ട് ഒരു വൈദിക സിസ്റ്റമാക്കി മാറ്റണം. ബ്രാഹ്മണർക്ക് മാത്രമേ ഇനി പൂജ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു നിബന്ധനയിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരുന്ന സമയത്ത് അത് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളുടെ പേരാണ് കുമാരില ഭട്ടൻ. ഈ കുമാരില ഭട്ടൻ ശരിക്കും പറഞ്ഞാൽ മീമാംസകാരനാണ്. മീമാംസ എന്ന് പറഞ്ഞാൽ വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശാഖയുടെ പേരാണ് മീമാംസ. ഋഗ്വേദം, ഋഗ്വേദത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതിനകത്താണ് സത്യം മുഴുവൻ കിടക്കുന്നത് എന്ന് പറയുന്നവരാണ് മീമാംസക്കാർ. അയാൾ ഇതിനകത്തു നിന്നുള്ള ബുദ്ധന്റെ കുറെ സംഭവങ്ങളെയൊക്കെ വളച്ചൊടിച്ച് അനിത്യയും അനാത്മയും ഒക്കെ ഇയാൾ രീതിയിൽ അയാൾ ക്രിട്ടിസൈസ് ചെയ്യുക, അതൊന്നും ശരിയല്ലെന്ന് പറയുക. അതുപോലെ വേദങ്ങളാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള അപ്രമാദിത്വമുള്ള സാധനം. പിന്നെ അതുപോലെ തന്നെ ഈ മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുന്നത് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, ദോഷങ്ങളും ഇല്ല, അത് നല്ലതാണ് എന്ന് പറഞ്ഞ് വേദങ്ങളെ പച്ചയായിട്ട് അങ്ങനെ ന്യായീകരിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ ഈ നമ്മള് മൊണാസ്റ്റിക് ആയിട്ടുള്ള ലൈഫ്, അതായത് ദാമ്പത്യം വേണ്ടാന്ന് വെച്ചിട്ട് പിച്ചുകളായി പോകുന്ന ആ സംഭവം, അതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എതിർത്താണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ പെണ്ണും ഒക്കെ ആയിട്ട് ജീവിക്കാമെന്നുള്ളതാണ് അതിനകത്ത് അവർ പറയുന്നത്. അപ്പൊ ഇയാളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മഹായാന ബുദ്ധിസ്റ്റുകളാണ് അപ്പോൾ ഉള്ളത്. മഹായാന ഭിക്ഷുക്കളാണ്. മഹായാന ഭിക്ഷുക്കളുമായിട്ട് വാദിച്ച് വേദങ്ങളാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇയാളുടെ അജണ്ട. ഓൾറെഡി തന്നെ ആ സാധനം കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വേദങ്ങൾ കൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യണം. വേദങ്ങളാണ് ഏറ്റവും പ്രധാനം. അയാള് ഈ ബുദ്ധമതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ ബുദ്ധ ദർശനങ്ങളായിട്ട് അല്ലെങ്കിൽ മഹായാനായിട്ടെങ്കിലും ഇയാളെ കാര്യമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അതേപോലെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും ഇയാൾക്ക് പൂർണ്ണമായിട്ട് അത് തീർക്കാൻ, നശിപ്പിക്കാൻ പറ്റിയില്ല. അതായത് അപ്പോഴും കുറച്ച് അല്ലാത്ത ഭിക്ഷുക്കളും ഒക്കെ ഇതിനകത്ത് കയറുന്നുണ്ട്. മഹായാനക്കകത്ത് അപ്പോഴും ഒരു വർണ്ണത്തിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് മാത്രമല്ല അതിനകത്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കയറാൻ പറ്റുമല്ലോ. അപ്പൊ അതിനെ ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെടുത്തണം. അതാണ് ഇയാളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. പൂർണ്ണമായിട്ട് ബ്രാഹ്മണന്റെ കയ്യിൽ മാത്രമായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചിട്ട് പൂർണ്ണമായിട്ട് ഇയാൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റിയില്ല. അതിന് ഇയാൾ ചെയ്തെന്താണെന്നറിയാം? ഇയാള് അയാൾ സൂയിസൈഡ് ചെയ്യുകയും, അതായത് ഇരുന്ന് ഉമി കൂട്ടിയിട്ട് ഉമി കത്തിച്ചിട്ട് ആ കത്തുന്ന ഉമിയിലാണ് ഇരുന്ന് എരിഞ്ഞു തീരുന്നത്. കാരണം അത്രയ്ക്കുള്ള വാശിയാണ് ബുദ്ധന്റെ ധർമ്മത്തെ നശിപ്പിക്കണം. അതിനകത്ത് അയാളെ കൊണ്ട് അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ വാശിയാണ് അയാൾ സ്വയം അയാളെ എരിച്ചു കളയുന്നത്. ഇരുന്ന് ഉമിത്തിയിൽ വെന്ത് മരിക്കുകയാണ്. അങ്ങനെ അയാൾ ഉമിത്തിയിലിരിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ശങ്കരാചാര്യൻ ചെല്ലുന്നത്. ഇയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് ശങ്കരാചാര്യൻ.
ആ മൊത്തം അങ്ങേരുടെ അജണ്ട, അങ്ങേരുടെ ചെയ്യുന്ന മിഷൻ മൊത്തമായിട്ട് പിന്നെ ശങ്കരാചാര്യൻ ഏറ്റെടുക്കുക. അങ്ങനെയാണ് പിന്നെ ശങ്കരനാണ് പിന്നീട് ബാക്കി ഇയാളുടെ ആ മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ ഇതിനകത്ത് അദ്വൈതം എന്ന് പറയുന്ന സംഭവമൊക്കെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റി ബുദ്ധന്റെ തത്വങ്ങളെക്കാളും മികച്ചത് അദ്വൈതമാണെന്ന് വരുത്തി തീർക്കുന്നു. മഹായാനയുടെ കുറെ ബുദ്ധവിഷ്ടുക്കള് അതും ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കൃത്യമായ ദർശനമില്ലാതെ കുറെ പൂജ ആരാധനയായിട്ടിരുന്ന ബുദ്ധവിഷ്ടുക്കളെയൊക്കെ, അതായത് മഹായാന ഭിക്ഷുക്കളെയൊക്കെ ഇയാൾ കുറെ പേര് ഡിബേറ്റിൽ തോപ്പിച്ചെന്ന് പറയുന്നു. അല്ലെങ്കിൽ അവസാനം ഇവരുടെ ഗുണ്ടാ സംഘമായിട്ട് പോയിട്ട് നശിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും ശങ്കരൻ ദിഗ്വിജയം പ്രാപിച്ചു എന്ന് പറയുന്നു. ശങ്കര ദിഗ്വിജയം. ശങ്കരൻ എല്ലാ ദിക്കുകളും അങ്ങ് കീഴടക്കി. ശങ്കരന്റെ ജ്ഞാനം കൊണ്ട് മൊത്തത്തിനെ അങ്ങ് അറിവ് കൊണ്ട് എല്ലാം നശിപ്പിച്ചു. അപ്പൊ നേരത്തെ തന്നെ ഇത് നശിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ഒറിജിനലായിട്ടുള്ള ബുദ്ധന്റെ അഷ്ടാംഗമാർഗമൊക്കെ എവിടെയോ പോയി, അതില്ല. ബാക്കിയുള്ള കുറെ മഹാനകാര്യങ്ങൾ എടുത്തിട്ട് ഇയാള് തോൽപ്പിച്ചു. എന്നിട്ട് ഇയാളുടെ എന്താ പറയാ മേധാവിത്വം ഇയാൾ അവിടെ സ്ഥാപിക്കും. അങ്ങനെ ഇയാൾ ജഗദ്ഗുരുവായി മാറുകയാണ്. ജഗദ്ഗുരു ആദിശങ്കരൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഗുരുപൂർണിമ എന്ന് പറയുന്ന ഗുരുപൂരബ് ആഘോഷിക്കുന്നത് ബുദ്ധനെ വേണ്ടിയിട്ടാണ്. ബുദ്ധനെയാണ് ഏറ്റവും വലിയ ഗുരുവായിട്ട് കാണുന്നത്. വിശ്വഗുരുവായിട്ട് നമ്മൾ ലോകം മുഴുവൻ കണ്ടിരുന്നത് ബുദ്ധനെയാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിദേശത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ വിശ്വഗുരുവിനെ പറ്റി ലോകത്ത് വേറെ ആർക്കും അറിയത്തില്ല. ഇന്ത്യയിൽ മാത്രമുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ പുതിയ വിശ്വഗുരുവിനെ. ഏതാ? ശങ്കരാചാര്യർ, ജഗദ്ഗുരു. ഇപ്പൊ പിന്നെ മൂന്നാമത് വേറൊരു വിശ്വഗുരു വന്നിട്ടുണ്ട്, നരേന്ദ്രമോദി. അതിനെപ്പറ്റി പിന്നെ ലോകത്തുള്ള ഇമേജ് എങ്ങനെയാണെന്നുള്ളത് വിദേശത്തുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഒരു വിശ്വഗുരുവായിട്ട് ഇയാളെന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട 4 വിഹാരങ്ങൾ ശിവന്റെ പേരിൽ ഇയാളെന്ന് പിടിച്ചെടുക്കണം. അതല്ല ഇയാൾ പറഞ്ഞത് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമറി. ഗോവിന്ദനെ ഭജിക്കുക, നിങ്ങൾ അല്ലാത്തതിനെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കാതെ. പിന്നെ എല്ലാം ശങ്കരനാണ്. ശങ്കരൻ എല്ലാം ശിവനിൽ കൂടിയാണ്. ഒരിടത്ത് പറയുന്നു വിഷ്ണുവിനെ ഭജിക്കാൻ പറയുന്നു, ഒരിടത്ത് പറയുന്നു ശിവനെ ഭജിക്കാൻ പറയുന്നു. എന്തായാലും ബുദ്ധനെ വേണ്ട. അങ്ങനെ ഈ സിസ്റ്റം മൊത്തം എടുത്ത് ആ 4 പ്രധാനപ്പെട്ട വിഹാരങ്ങളും എടുത്ത് ശങ്കര പീഠങ്ങളാക്കി. ഏതൊക്കെയാണ്? കാശി, ഹരിദ്വാർ, കേദാർനാഥ്, ബദ്രിനാഥ്, ഋഷികേശ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ശങ്കര പീഠങ്ങൾ ഉണ്ടാക്കി എല്ലായിടത്തും ശങ്കരന്റെ ദിഗ്വിജയം ഉണ്ടാക്കി പൂർണ്ണമായിട്ട് വിഹാരങ്ങൾ മൊത്തത്തോടുകൂടി പിടിച്ചത് ബ്രാഹ്മണിക് വേദിക് സിസ്റ്റം ആക്കുകയാണ്. വേദിക് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കുകയാണ്. മഹാബോധി ടെമ്പിൾ, അതായത് ബുദ്ധന് ബോധോദയം കിട്ടിയ മഹാബോധി ക്ഷേത്രം പോലും ബ്രാഹ്മണന്റെ അമ്പലമായി മാറി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് ബുദ്ധിസ്റ്റുകൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ശങ്കരന്റെ ദിഗ്വിജയം. അതിനുശേഷം പിന്നെ വരുന്നത് മറ്റു പല വിഹാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിടിച്ചെടുക്കുക. എല്ലാം ശിവനാണ്. ശിവന്റെ പേരിലാണ് മൊത്തം ബുദ്ധന്റെ വിഹാരങ്ങളെ പിടിച്ചെടുക്കുന്നത്. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം, തിരുപ്പതിയിലെ തിരുപ്പതി ബാലാജിയുടെ ക്ഷേത്രം, നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം, വൈക്കത്തെ മഹാദേവ ക്ഷേത്രം, പിന്നെ വേറെ കുറെ ദൈവങ്ങളുണ്ട്. ഈ നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ പോലുള്ള കുറച്ച് ഈ ആഭിചാര എന്താ പറയാ അഹോമ ശക്തികളുടെ വേറെ ഉണ്ട്. പിന്നെ ഇവരൊക്കെ ആയിട്ട് വിഷ്ണുവായിട്ടും ശിവനുമായിട്ടും കണക്ട് ചെയ്യുക. ഏത് മുക്കിലും മുകളിലുള്ള ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്നുകിൽ ശിവന്റെ അവതാരം, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവതാരം, അല്ലെങ്കിൽ സരസ്വതിയുടെ അവതാരം, ഏതെങ്കിലും സംഭവമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ മൊത്തം ഈ സിസ്റ്റത്തിനെ മൊത്തം ബ്രാഹ്മണന്റെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് 33 കോടി ഉണ്ടെന്ന് ഒരു നമ്പർ അങ്ങ് പറയാം. 33 കോടി. ആരും എണ്ണി നോക്കുന്നൊന്നുമില്ലല്ലോ. കണ്ട ഈ ലോക്കൽ ദൈവങ്ങളെല്ലാം പേരും പേരൊന്നും ഇല്ലാത്ത കുറെ ലോക്കൽ ദൈവങ്ങളൊക്കെ ഉണ്ട്. മുടിപ്പുര അമ്മച്ചി, അല്ലെങ്കിൽ എന്താ പറയുക ചാമുണ്ടി എന്നൊക്കെ പറഞ്ഞ ഇതിനെ എല്ലാത്തിനും ഇതുമായിട്ട് കണക്ട് ചെയ്യുക. എന്തെങ്കിലും രീതിയിൽ ഓരോരോ കഥ ഉണ്ടാക്കുക. അങ്ങനെ ഇതങ്ങോട്ട് പൂർണ്ണമായിട്ട് ഇവരുടെ ആധിപത്യത്തിലായ ഒരു സമയത്ത് ഇവര്
തമ്മില് അടിപിടി ഉണ്ടാകാൻ തുടങ്ങി. കാര്യം ഇവര് വേറെ ആരും എതിർക്കാനില്ല, ഇവരുടെ കയ്യിലാണ് മൊത്തം. ഇവരുടെ കുറെ രാജാക്കന്മാരും ഉണ്ട്, ഇവരും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാക്കി. പിന്നെ രാജാക്കന്മാരുടെ എല്ലാവരുടെയും വീട്ടില് പുരോഹിതന്മാരുണ്ടാവും, രാജധാനിയിൽ പുരോഹിതന്മാരുണ്ടാവും, കൊട്ടാരത്തിൽ. അവർക്കാണ് ഇനി എങ്ങനെ ഭരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ. കാരണം മനുസ്മൃതിക്കാണ് ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. മനുസ്മൃതിയാണ് പുതിയ ഭരണഘടന, പുഷ്പപത്രം കൊണ്ടുവന്നാണ്. അപ്പൊ അതിനകത്തുള്ള സംസ്കൃതമാണ്. രാജാവിന് കേൾക്കുമ്പോൾ അറിയത്തില്ല. അപ്പൊ എന്താ പറയുക, രാജാവിനോട് പറഞ്ഞു കൊടുക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും രാജാവ് എങ്ങനെ ഭരിക്കണം എന്ന് പറയുന്നത് മുഴുവൻ ബ്രാഹ്മണരാണ്, രാജപുരോഹിതന്മാർ. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ രാജാക്കന്മാരെല്ലാവരും കൂടെയും പുരോഹിതന്മാരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതിനകത്ത് പലയിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്കങ്ങളും അടിപിടിയും ഉണ്ടാകുന്നുണ്ട്. ആരാണ് മൂത്തത്, ആരാണ് വലുത്, ഏത് രാജാവാണ് മൂത്തത്. അപ്പൊ ഈ രാജാക്കന്മാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കും. ഇതിന്റെ രാജ്യം കംപ്ലീറ്റ് ഏതെങ്കിലും ഒരു രാജാവിന്റെ കയ്യിലേക്ക് വരും. പക്ഷെ ഈ പുരോഹിതന്മാർ അവർക്കൂടെ അന്തർധാര സജീവമാണ്. അങ്ങനെ ഒത്തിരി 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 രാജാക്കന്മാരെ ഇവര് തമ്മിലടുപ്പിച്ച് ഇല്ലാതാക്കി അതിന്റെ മുഴുവൻ കൺട്രോള് ബ്രാഹ്മൺസ് കയ്യിലെടുക്കുന്നുണ്ട്. കാരണം അപ്പുറത്തെ രാജാവിന്റെ പുരോഹിതനും ഈ രാജാവിന്റെ പുരോഹിതനും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഹ്മൺസാണ്. അവർക്കറിയാം അവരുടെ എന്താ ഉദ്ദേശം എന്നുള്ളത്. അവർക്കൊരു തെറ്റും പറ്റുന്നില്ല. ഈ താഴെ നിൽക്കുന്ന രണ്ടെണ്ണന്മാരെ കൂടെ കൂട്ടി തമ്മിൽ അടുപ്പിക്കും. എന്നിട്ട് അവർ തമ്മിൽ അടിച്ച് ആ രണ്ട് രാജ്യം കൂടെ ഒരു രാജാവിന്റെ കയ്യിലാവും, ആ രാജ്യം ഒരു ബ്രാഹ്മണന്റെ കയ്യിലാവും. അങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ രാജാക്കന്മാരെന്ത് ചെയ്യും, ചില സ്ഥലത്ത് പരസ്പരം അങ്ങോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളെ ഇറക്കുമതി കൊണ്ടുവരും, ആളെ പുറത്തുനിന്ന് കൊണ്ടുവരും. അല്ലെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ ഇടയ്ക്ക് എന്തെങ്കിലും വിപ്ലവം ഉണ്ടാക്കി അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരും. കാര്യം ആ നോർത്ത് വെസ്റ്റ് ബോർഡർ ഓപ്പൺ ആണ്, അവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ഗേറ്റ് കിടക്കുകയാണ്. ഏത് സിന്ധ്, ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ സൈഡിലുള്ള ഒരു ഹിന്ദുക്കുഷ് പർവ്വതത്തിലുള്ള ഒരു സ്ട്രെച്ച് ഉണ്ട്, അവിടെ ഓപ്പൺ ആണ്. അതുവഴിയാണ് ആൾക്കാരെ ആകത്തോട്ട് വരുന്നത്. ഒത്തിരി പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന രജപുത്രൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൂണന്മാരാണ്. ഹൂണന്മാരെന്ന് പറയുന്ന ഭാരത്തെ കൊണ്ടുവന്നാണ്. അവരാണ് ഇന്ത്യ വന്നിട്ട് ഈ രജപുത്രൻ. ഇതുപോലെ ഇവരുടെ ഇടയ്ക്കുള്ള അങ്ങോട്ടുള്ള അടി തീർക്കാൻ വേണ്ടി കൊണ്ടിരുന്നതാണ്. അവസാനം അവർ ഇന്ത്യ വന്ന് ഇവരുടെ ബ്രാഹ്മണ മതം അതെടുത്ത് അതിനകത്ത് ക്ഷത്രിയരായിട്ടൊരു പ്രത്യേക പദവി കൊടുത്തവരെ അങ്ങ് സൂചിച്ചിരുത്തുന്നതാണ് ഈ ഹുണന്മാർ. അവസാനം അതിനകത്ത് കുറച്ച് പേർക്ക് തലവേദനയായി തുടങ്ങി ഇവർക്ക്, ബ്രാഹ്മണർക്ക്. കാരണം അവര് സ്വയമായിട്ട് ശക്തി പ്രാപിക്കാൻ തുടങ്ങി, ബ്രാഹ്മണരോട് വെല്ലുവിളിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴത്തേക്ക് അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് കൊണ്ടിരുന്നത്. മുഹമ്മദ് ഗസ്നിയെ കൊണ്ടിരുന്നു, പിന്നെ ബക്തിയാറുദ്ദീൻ ഖിൽജിയെ കൊണ്ടിരുന്നു. ഇങ്ങനെ പലരും കൊണ്ടിരുന്നത് ഇവര് തമ്മിലുള്ള എന്താ പറയുക ഇക്വേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടി, അടിപിടി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടിരുന്നതാണ്. അപ്പം അങ്ങനെ കാരണം ഇവർക്ക് നമ്പർ ഇല്ല, ഇവർക്ക് ആൾക്കാരില്ല, ഇവരുടെ എണ്ണം വളരെ കുറവാണ്, അതിര് കാക്കാൻ ആളില്ല, എല്ലാ രാജ്യങ്ങളും ഭരിക്കാൻ ആളില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നു, പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവരുടെ മതത്തിലേക്ക് എടുക്കുന്നു. ഈ നമ്മൾ ഇപ്പൊ പറയുന്ന ചിത്പാവൻ ബ്രാഹ്മൺസ്, അവർ ബനെ ഇസ്രായേലുകൾ എന്ന് പറയുന്ന യഹൂദ വംശമാണ്, പേർഷ്യ എന്ന് കൊണ്ടുവന്നാണ് അവർ ഇങ്ങോട്ട് വന്നതാണ്. ഇന്ത്യ വന്നിട്ട് അവരെ ചിത്പാവനാക്കി. അങ്ങനെ കൊങ്കൺ സൈഡ് കൂടെ അവരുടെ കയ്യിലായി. അപ്പൊ ഈ കൊണ്ടുവന്നിരുന്ന മുസ്ലിം ഭരണാധികാരികൾ പലരും ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? കുറെ വിഹാരങ്ങളുണ്ട്, അതിനകത്ത് കൂടെ മൂർത്തി പൂജയുണ്ട്. ഒന്നാമത് അവർക്ക് വിഗ്രഹാരാധന ഇഷ്ടമല്ല, അവര് വിഗ്രഹങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചു കൂട്ടി കുറെയൊക്കെ അവരങ്ങ് നശിപ്പിച്ചു. അത് കാണിച്ചു കൊടുക്കുന്നത് ചൂണ്ടിക്കാണിച്ചാൽ അവിടെ സംഭവം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഇവര് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അവിടെ കുറെ പേരുടെ കൂടുതൽ പൈസ ഉണ്ട്. മിക്കവാറും ഇമാരെല്ലാവരും ഈ വിഹാരത്തിന് മുഴുവൻ ഈ ഫണ്ട് കൂട്ടിയിരിക്കുകയാണ്, പൈസ കൂട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം പത്മനാഭ സ്വാമിക്ഷേത്രത്തിൽ നിലവറയിൽ എന്തുമാത്രം ഫണ്ടായിരിക്കുന്നത്. ഇതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ വിഹാരങ്ങളുടെ കീഴിൽ പൈസ ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഈ പൈസ വാങ്ങാൻ തുടങ്ങിയത്? ബുദ്ധന്റെ കാലത്ത് തുടങ്ങിയിട്ടില്ല. കാരണം അന്നത്തെ ഭിക്ഷുക്കൾക്ക് പൈസ വാങ്ങാനുള്ള അനുവാദമില്ല. മഹായാനക്കാരുടെ സമയത്താണ് പൈസ വാങ്ങാൻ തുടങ്ങുന്നത്. മൂർത്തി പൂജയ്ക്കാണ് ശരിയായ അഷ്ടാംഗമാർഗത്തിനകത്ത് ഒന്നിനെയും പുറത്തുള്ള ഒന്നിനെ ആരാധിക്കാൻ പറയുന്നില്ല, നമ്മുടെ മനസ്സിന്റെ ചരിത്രം ഒബ്സർവ് ചെയ്യാനേ പറയുന്നുള്ളൂ. മൂർത്തിയെ വെച്ച് ആരാധിക്കാനും ആ മൂർത്തിക്ക് പവർ ഉണ്ടെന്നും ശക്തി ഉണ്ടെന്നും അതിനകത്ത് പ്രാണനുണ്ടെന്നും അതിനകത്ത് കുടിയിരുത്തിയിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നത് ആരുടെ കാലത്താണ്? മഹായാനയുടെ കാലത്താണ്. അപ്പൊ നശിപ്പിക്കപ്പെട്ട വിഹാരങ്ങൾ ഏത് ബുദ്ധിസത്തിന്റെയാണ്?
മുസ്ലിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതിനു മുമ്പ് ബ്രാഹ്മണർ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി വെച്ചിരുന്ന വികാരങ്ങളെയാണ് മുസ്ലിങ്ങൾ നശിപ്പിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ നമ്മളോട് പറയുന്നത് ബുദ്ധമതം നശിപ്പിച്ചത് മുഴുവൻ മുസ്ലിങ്ങളാണ്. ഇതിന്റെ ആശയമാരെ നശിപ്പിച്ച മുസ്ലിങ്ങൾ ആരെങ്കിലും കയറി ഇതിന്റെ ആശയം നശിപ്പിച്ചിട്ടുണ്ടോ? ജന്മത്തെ പറ്റി, കർമ്മത്തെ പറ്റി, പുനർജന്മത്തെ പറ്റി, ത്രികായ സിദ്ധാന്തത്തെ പറ്റി, മനുഷ്യന്റെ മരണത്തിന് ശേഷമുള്ള ബ്രഹ്മവിഹാരങ്ങളെ പറ്റി, 31 പ്ലെയിൻസ് ഓഫ് എക്സിസ്റ്റൻസിനെ പറ്റി അതെല്ലാം മുസ്ലിംസ് പറഞ്ഞാണോ? അല്ല. അപ്പൊ അതൊക്കെ നശിപ്പിച്ച ആരാണ്? ആശയം നശിപ്പിച്ച ആരാണ്? പശുവിന്റെ രാഷ്ട്രീയം തുടങ്ങിയ ആരാണ്? മുസ്ലിങ്ങളാണ്. അല്ല. ഇനി നടന്ന സർവകലാശാല പോലുള്ള പ്രധാനപ്പെട്ട സർവകലാശാലയിലെ ഗ്രന്ഥങ്ങൾ കൊണ്ട് അഗ്നിക്കിരയാക്കിയത് ആരാണ്? അവിടെ രത്നബോധി എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ടായിരുന്നു. 9 നിലയുള്ള ലൈബ്രറി ഉണ്ട്. ആ രത്നബോധി എന്ന് പറയുന്ന ലൈബ്രറിക്കകത്ത് പുസ്തകങ്ങൾ മുഴുവൻ 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തിയാണ് ബ്രാഹ്മണർ നശിപ്പിച്ചത്. അതുപോലെ നമ്മൾ മറ്റു കാര്യങ്ങൾ ഓർക്കണം. ഈ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നിടം വരെ ഈ മുഗളന്മാരും അല്ലെങ്കിൽ ഈ മുസ്ലിം ഭരണാധികാരികളും ബ്രാഹ്മണരും തമ്മിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. കാര്യം അവര് തന്നെ വിളിച്ചുകൊണ്ട് വന്നവരാണ്. അവർക്ക് ആരെങ്കിലും ഭരിച്ചു കിട്ടിയാൽ മതി. ആ മുസ്ലിം ഭരണാധികാരികളൊക്കെ ബ്രാഹ്മണ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇന്ത്യ ഭരിച്ചിട്ടുള്ളത്. അവർ ഭരിക്കുന്ന സമയത്തൊന്നും ഇന്ത്യയിലെ മനുസ്മൃതി ഒന്നും മാറ്റിയിട്ടില്ല. മനുസ്മൃതി വെച്ചുകൊണ്ട് തന്നെയാണ് ഭരിച്ചത്. അവർക്ക് ആവശ്യത്തിന് ആളില്ലാഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിം ഭരണാധികാരികൾ അവരിവിടെ കൊണ്ടുവന്നത്. ഇവർക്ക് ഭരിക്കാനും മെനക്കെടാനോ ഒന്നും അവർക്ക് ബുദ്ധിമുട്ടാണ്. യുദ്ധം ചെയ്യാനൊക്കെ പാടാണ്. അവർക്ക് കിട്ടാനുള്ള പൈസ കറക്റ്റ് സമയത്ത് കിട്ടിയാൽ മതി, ഭക്ഷണം കിട്ടിയാൽ മതി, ബാക്കിയുള്ള ആഡംബരങ്ങളും സുഖങ്ങളും കിട്ടണം. അതിപ്പോ ആര് വെച്ചാലും കുഴപ്പമില്ല. ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാരുടെ കൂടെ കയറിയായിരുന്നല്ലോ, ഭയങ്കര ചങ്ങാത്തമായിരുന്നു അവരുമായിട്ട്. അപ്പൊ അങ്ങനെ അവരെ മുസ്ലിങ്ങളെ കൊണ്ടുവരികയും മുസ്ലിങ്ങളെ ഇവിടെ ഭരണാധികാരികളാക്കുകയും അവരെ കൊണ്ട് ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങളെ പിന്നെയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടരാണ് ബ്രാഹ്മൺസ്. അതിനകത്ത് മറ്റു കാര്യങ്ങൾ ഓർക്കണം. ഈ മുഗൾ രാജാക്കന്മാർ ഔറംഗസീബ് എന്ന് പറയുന്ന പുള്ളിക്ക് ഇവരോട് ഇച്ചിരി ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ്. നല്ല അയാളും കുറച്ച് സംഭവങ്ങൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, കുറെ വിഹാരങ്ങളൊക്കെ ഒരു വേണ്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ അമ്പലങ്ങൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇയാൾ ഒരു കാര്യം ഏർപ്പെടുത്തി ഇന്ത്യയിലുള്ള ആൾക്കാർ മുഴുവൻ ഇന്ത്യക്കാരെ കൂടി വേണ്ടിയിട്ട് ഹിന്ദുസ് അവർ വിളിച്ച് ഈ മുഗൾ രാജാക്കന്മാർ ഇന്ത്യക്കാരെ മുഴുവൻ പുച്ഛത്തോടെ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദു. നമ്മളിപ്പോൾ ഈ മല്ലു എന്നൊക്കെ വിളിക്കുന്ന പോലത്തെ ഒരു പേരാണ്. ആ പേര് ഉപയോഗിച്ച് ആ ഹിന്ദു പറയുന്ന പേരുള്ളവർക്കൊക്കെ ജസിയ എന്ന് പറയുന്ന കര ഏർപ്പെടുത്തി. അപ്പൊ അന്ന് ഈ ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഞങ്ങൾ ഈ കരത്തിനകത്ത് പെടേണ്ട ആൾക്കാരാണ്, ഞങ്ങൾക്ക് കരം പാടില്ല. നിങ്ങളിപ്പോ വന്നു, ഞങ്ങൾ നേരത്തെ വന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി തരണം. അങ്ങനെ അക്ബറുടെ കാലത്ത് കണ്ടാണ് പിന്നെ അക്ബർ ആ ജസിയ എടുത്ത് കളയുന്നത്, ഇവരെ ഒഴിവാക്കുന്നതിനാണ്. അങ്ങനെ ഈ കാര്യത്തിന്റെ കാര്യം വന്ന സമയത്ത് പോലും ഇന്ത്യക്കാർ അന്ന് പറഞ്ഞ് ഞങ്ങൾ ആര്യന്മാരാണ്, ഞങ്ങൾ ഇവിടുത്തെ ശ്രേഷ്ഠരാണ്, അങ്ങനെയാണ് ഈ ആര്യൻ എന്നുള്ള വാക്കുകൾ വരുന്നത്. പിന്നെ ബ്രിട്ടീഷ് വരുമ്പോൾ നോക്കുമ്പോൾ ഇവരുടെ പേര് ആര്യൻ എസ്റ്റാബ്ലിഷ് ആയിട്ടിരിക്കുക. ഇവർ വിചാരിച്ച ആര്യന്മാർ പുറത്തുനിന്ന് വന്നു, ആര്യൻ എന്നുള്ള പേരും കിട്ടി. അങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ ആര്യന്മാർ പുറത്തുനിന്ന് പറയുന്നത്. ബ്രാഹ്മണനാണ് പുറത്തുനിന്ന് പറയേണ്ടത്. ശരിക്കും ആര്യൻ എന്നുള്ള പേര് ഇന്ത്യക്കാരുടെ പേര് മൊത്തത്തോടെ അവനെ എടുത്ത അതിന്റെ കുത്തക. കാരണം അറിവിന്റെയും പഠിപ്പിന്റെയും വിദ്യയുടെയും മൊത്തം കുത്തക ഇവർക്ക് മാത്രമായിരുന്നല്ലോ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ ആര്യന്മാരായി, അറിവുള്ളവരായി. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ഇന്ത്യക്കാരുടെ എങ്ങനെയാണ് ഇന്ത്യക്കാരെ ഭരിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും വലിയ ജനങ്ങളെ ഈ കുറച്ച് 3% എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ മൊത്തം പഠിക്കണം. അപ്പൊ ആദ്യം വിചാരിക്കുന്നത് ഇന്ത്യക്കാർക്ക് ഒരു വിവരവും ഇല്ല, വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചാണ് ഇവർ വരുന്നത്. പക്ഷെ അലക്സാണ്ടർ കണ്ണിങ്ഹാം ഉത്ഖനനത്തിന് റെയിൽവേ സ്ഥാപിക്കാൻ ഉത്ഖനനത്തിന് പോകുമ്പോഴാണ് കുഴിച്ചു ചെല്ലുമ്പോൾ മുഴുവൻ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സിവിലൈസേഷൻ, വലിയൊരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ബുദ്ധനെ അറിയുന്നത്, അശോകനെ അറിയുന്നത്, അശോകന്റെ ശിലാശാസനങ്ങൾ കിട്ടുന്നത്, സ്തൂപങ്ങൾ കിട്ടുന്നത്. അങ്ങനെ അവസാനം അശോകന്റെ ശിലാലിഖിതങ്ങളിലുള്ള കാര്യങ്ങൾ ഡീകോഡ് ചെയ്യുന്നത് ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ ലിപികൾ വെച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കുന്നത്. അന്ന് ഇവിടെയുള്ള ബ്രാഹ്മണോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല എന്താ അർത്ഥം എന്നുള്ളത്.
അപ്പൊ അത് മുഴുവൻ പഠിച്ചെടുത്തതും പിന്നീട് ഇന്ത്യക്ക് ഒരു വലിയ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, ഒരു ദർശനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി എടുക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ അവർ ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാക്കും. ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ബ്രിട്ടീഷുകാരിൽ കുറെ ആൾക്കാരും കുറെ ജർമ്മൻകാരും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ ജർമ്മനിയിൽ നിന്നുള്ള ഒരാളാണ് മാക്സ് മുള്ളർ. അയാൾ ഇന്ത്യ വന്നിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ബ്രാഹ്മണരെ മാത്രമാണ് അവർക്ക് ഇന്ത്യയെ പറ്റി പഠിക്കാനായിട്ടുള്ള എന്താ പറയാ റിസോഴ്സ് ആയിട്ട് അവർക്ക് സമീപിക്കാൻ പറ്റുന്നത്. കാരണം വേറെ ഇവിടെ വിദ്യാഭ്യാസം ഇല്ല. അങ്ങനെ ബ്രാഹ്മണരെ കൂട്ടിയിരുത്തി ഇന്ത്യയിലുള്ള വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും മറ്റൊക്കെ ഇവർ മുഴുവൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കുന്നു. അതിനുവേണ്ടി ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്ന സാധനം കൽക്കട്ട സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ അവർ വിചാരിച്ചത് ഇന്ത്യയുടെ പൈതൃകം മൊത്തം ഈ പറയുന്ന ബ്രാഹ്മണികമാണ് എന്നൊരു ധാരണ തീരുക. ബുദ്ധമതം പോലും ഇതിന്റെ ഒരു ഭാഗമാണെന്ന് അവർ ധരിക്കുക. ഇവന്മാർ അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെയാണ് ഇവിടുത്തെ ഉള്ളതല്ല, ഞങ്ങളിലാണ് ഇവരെല്ലാം തുടങ്ങിയത്, ഇതിന് മുമ്പ് ഇവിടെ വേറൊന്നുമില്ല. ഇനി അതോ ഉണ്ടെങ്കിൽ തന്നെ അത് ഇതിന്റെ ഞങ്ങളുടെ മതത്തിനകത്ത് വന്ന ചില എന്താ പറയാ അതിനെ ഒന്ന് നവീകരിക്കാൻ വേണ്ടി ചിലത് ചെയ്ത ചില പ്രയത്നങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ് ഈ ബുദ്ധൻ ഹിന്ദുമതത്തിന്റെ ഭാഗമായിരുന്നു, അതിനകത്ത് ഒരു നവീകരണ പ്രക്രിയ മാത്രം ചെയ്ത ഒരാളാണ് എന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് വരുന്നത്. നമ്മൾ 28 ബുദ്ധന്മാരെ പറ്റി തപ്പി പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ബ്രാഹ്മൺ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള ദർശനമാണ് നമ്മുടെ മനസ്സിലാവുന്നത്. അങ്ങനെ ഇവർ നോക്കുമ്പോൾ കാണുന്നത് എന്താ, അവസാനം വന്ന് ആഭിചാരങ്ങളും തന്ത്രങ്ങളും താന്ത്രസവും മന്ത്രവും ഒക്കെ കൂടിയുള്ള ഈ തകട് ജപിച്ച് കെട്ടല്, തകട് എഴുതി കൂട്ടല്, എഴുതി കെട്ടല്, അരക്കെട്ടല്, ഇങ്ങനെ പറയുന്ന പരിപാടികളെല്ലാം കൂടെ നടക്കുന്ന മന്ത്രവാദമൊക്കെ നടക്കുന്ന കുറെ വിഹാരങ്ങളും കുറെ സിദ്ധന്മാരും കുറെ ബാബാമാരും കുറെ ബ്രാഹ്മണ പണ്ഡിറ്റുകളും എല്ലാം കൂടെ കൂടിക്കിട്ടുന്ന ഒരു സാധനമാണ് ഈ കാണുന്നത്. അപ്പൊ അവര് ഇന്ത്യയിലുള്ള സെൻസസ് എടുക്കുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ളവരെ കൃത്യമായിട്ട് മാറ്റി, ക്രിസ്ത്യാനായിട്ടുള്ളവരെ മാറ്റി, ബാക്കിയുള്ളവർ കാണുമ്പോൾ ഇതെല്ലാം കൂടെ ഹിന്ദു എന്നാൽ ഇരിക്കട്ടെ ഒരു പേര് ഹിന്ദുയിസം. അങ്ങനെ ഒരു ഹിന്ദുയിസം എന്നൊരു പേരും കൊടുത്തു. അങ്ങനെ താന്ത്രിക ബുദ്ധിസം നമുക്ക് വേണം പറയാം. ഏറ്റവും ഒടുവില് അത് ചീഞ്ഞളിഞ്ഞ് ഫെർമെന്റ് ആയിട്ട് പുഴുത്ത സാധനമാണ് ഈ പറയുന്ന താന്ത്രിക ബുദ്ധിസമായിട്ട് നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. അന്ധവിശ്വാസത്തിന്റെ കൂത്തരൻ, ജാതി വ്യവസ്ഥയുടെ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ഒരു കൂത്തരങ്ങാണ് സനാതന ധർമ്മം എന്നുള്ള പേരും ഒക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങി. ഹിന്ദു എന്ന് പറയുന്ന പേര് ഒരു ഫോറിൻ പേരാണെന്ന് പറയുന്നത്, ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ കളിയാക്കാൻ വിളിച്ചുകൊണ്ടിരുന്ന പേരാണെന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ സനാതന ധർമ്മം എന്നുള്ള പേര് വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഹിന്ദു പറയുന്ന പേര് പറയാനായിട്ട് ബുദ്ധിമുട്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം ഹിന്ദു അല്ലെന്ന് പറഞ്ഞവരാ ജസിയയുടെ കാലത്ത്, ജസിയ എന്ന് പറയുന്ന കാലത്തിന്റെ കാലത്ത്. അത് ഞാൻ ജയന്ത സരസ്വതി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇന്ത്യക്കാരല്ല, അതുകൊണ്ട് ഹിന്ദു പറയുന്ന പേര് ഞങ്ങൾക്ക് ചേർത്തില്ല, ഞങ്ങൾ ആര്യെന്ന് വിളിച്ചോ കുഴപ്പമില്ല, അങ്ങനെ ആര്യ സമാജം തുടങ്ങുന്നത്. പക്ഷെ സവർക്കറാണ് പറയുന്നത് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഹിന്ദു എന്ന് പറയുന്ന പേരും കൂടെ എടുത്തേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കണം. നമ്മൾ അല്ലെങ്കിൽ ന്യൂനപക്ഷം ഒരു പഞ്ചായത്തിലെ മെമ്പർ പോലും നമുക്ക് പറ്റത്തില്ല. ഈ അകറ്റി നിർത്തിയിരിക്കുന്ന OBC SC ST കൂടെ കൂട്ടിയെങ്കിൽ മാത്രമേ നമ്പർ തികയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനും ഒരൊറ്റ കോമൺ പേര് വേണം. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്നൊരു പേര് വേണം. അതുകൊണ്ട് ആ ഹിന്ദു വിശ്വം എന്ന് പറയുന്നൊരു പേരും ഹിന്ദു എന്ന് പറയുന്ന പേരും ഹിന്ദുത്വം എന്നൊക്കെ പേരും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധന്റെ ധമ്മം പഴപ്പിച്ച് നശിപ്പിച്ച് മഹായാനാക്കി, മഹായാന പിന്നീട് അത് നശിപ്പിച്ച് വജ്രയാനെയും തന്ത്രയാനെയും മന്ത്രയാനെയും താന്ത്രിസവും തന്ത്രയാനായിട്ട് വന്ന് പഴകി പൊളിച്ച് മാറിയ സാധനമാണ് ഇപ്പോഴത്തെ ഈ ഹിന്ദു വിശ്വം നമ്മൾ പറയുന്നത്. നമ്മളിപ്പം ഇന്ത്യയില് പല സ്ഥലത്തു നിന്ന് ബുദ്ധപ്രതിമകൾ കിട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ഇന്നത്തെ ടോക്ക് തുടങ്ങുന്ന ആദ്യത്തെ സമയത്ത് തന്നെ ചെങ്ങന്നൂരിൽ നിന്ന് ഒരു ബുദ്ധപ്രതിമ കിട്ടിയതിനെ പറ്റി മാഡം പറഞ്ഞായിരുന്നു, മഹേഷുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, ഈ ഒറ്റ ബുദ്ധപ്രതിമ പോലും പൂർണ്ണ രൂപത്തിലുള്ളതില്ല. എല്ലാം അംഗഭംഗം വന്നിട്ടുള്ള പ്രതിമകളാണ്. യഥാർത്ഥ ബുദ്ധധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനത്തിന്റെയും ഒന്നുകിൽ മൂക്ക് അല്ലെങ്കിൽ തല അല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ ഉടൽ എന്തെങ്കിലും ഒരു സാധനം അടിച്ചു പൊട്ടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. 84,000 സ്തൂപം അശോകൻ സ്ഥാപിച്ച ഇന്ത്യയിൽ എവിടെ പോയതെല്ലാം? ഒന്നിനും രണ്ടൊന്നുമല്ല, 84,000 സ്തൂപങ്ങൾ, ശിലാലിഖിതങ്ങൾ അടക്കം.
അതൊന്നും കിട്ടുന്നില്ല. അത് പലപ്പോഴും എല്ലാം മണ്ണിനടിയിലുണ്ട്. ചിലതൊക്കെ എക്സ്കവേഷന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ അശോക സ്തംഭം നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ കുത്തബ് മിനാറിലെ ഒരു തൂണ്, അതിപ്പോ കുത്തബ് മിനാറിലാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒത്തിരിയേറെ സംഗതികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പം ഈ സാരനാഥിലെ സുഹയുടെ ചില ഭാഗങ്ങള് അലക്സാണ്ടർ കണ്ണിങ് നമ്മൾ എവിടെ നിന്നാണ് കിട്ടുന്നുണ്ടോ? വാരണാസിയിലെ ജഗത്ഗഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്, വാരണാസിയിലെ മെയിൻ മാർക്കറ്റ്. ആ മാർക്കറ്റിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഇഷ്ടികയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ സുഹൃത്തിന്റെ പാർട്സ്. പലരും പലതരത്തിൽ അത് ഒരു ബുക്കുണ്ട്, ചാൾസ് അലന്റെ ഒരു ബുക്കുണ്ട്, എന്താ പറയാ, ദ ലോസ്റ്റ് ഹിസ്റ്ററി ഓഫ് ദ ലോസ്റ്റ് എംപറർ എന്ന് പറഞ്ഞിട്ട് അശോകയെ പറ്റിയുള്ള ബുക്കാണ്, ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അതിനകത്ത് ഇതുപോലത്തെ ഒത്തിരിയേറെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് ആൾക്കാർ ഇതിന്റെ ഓരോന്നിന്റെ അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. കരുമാടിക്കുട്ടന്റെ ബുദ്ധന്റെ പ്രതിമയ്ക്ക് അംഗഭംഗം വന്നിട്ടുണ്ട്. എവിടുന്ന് കിട്ടുന്നതിനകത്ത് ഇതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കാലഘട്ടത്തില് ഇന്ത്യയെ കൂടെ നടന്നുകൊണ്ടിരുന്ന അക്രമങ്ങൾ എന്തുമാത്രം ആയിരിക്കണം എന്ന് ആലോചിക്കുക. അത്രയധികം വ്യാപകമായിട്ട് അക്രമം നടത്തിയാൽ മാത്രമേ ഇതുപോലെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ഈ പറയുന്ന അക്രമം നടന്നിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും നമ്മുടെ ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും ഒരു പുസ്തകം നമ്മളോട് പറയുന്നുണ്ടോ, പഠിപ്പിച്ചു തരുന്നുണ്ടോ? ഒരിടത്തും കിട്ടുന്നില്ല. ഒന്നും ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. അപ്പൊ അത്രമാത്രം വ്യാപകമായ തോതിൽ ആക്രമണം അഴിച്ചു വിട്ടിട്ടുണ്ട്. കൊലപാതകങ്ങളുടെ പരമ്പര നടന്നിട്ടുണ്ട്, അടിച്ചു പൊട്ടിക്കൽ നടന്നിട്ടുണ്ട്. ഈ നമ്മുടെ ബൗദ്ധ ദർശനങ്ങള് അശോകന്റെ കാലത്തൊക്കെ വിദേശത്തു നിന്ന് ആൾക്കാർ വന്ന് പഠിച്ചിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധന്റെ തലയും അല്ലെ അതിന്റെ പെയിന്റിങ്സും ഒക്കെ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും, എല്ലാ രാജ്യത്തും ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് കഴിഞ്ഞാല് പണ്ട് തൊട്ടേ ബുദ്ധൻ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ ലാൻഡ് ഓഫ് ബുദ്ധ എന്നാണ് എപ്പോഴും എല്ലായിടത്തും അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഇന്ത്യയിൽ ഈ ദർശനം തിരിച്ചെത്തരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഈ ബ്രാഹ്മൺസ്. അതുകൊണ്ട് ഇവര് കലിവർജ്യ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് കലികാലത്തിൽ വർജിക്കേണ്ട കാര്യം. ആ കലി വർജിക്കാത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കടൽ കടന്നു സഞ്ചരിക്കാൻ പാടില്ല, കടലിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ള നിയമം. അതൊരു വലിയ ആചാരമാണ്. ഈ ഗാന്ധിയെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനുള്ള തിരിച്ചുള്ള എന്താ പറയുക പരിഹാരക്രിയകൾ ചെയ്തതിനു ശേഷം മാത്രമാണ് അയാൾ ഇന്ത്യയിലേക്ക് അയാളെ പ്രവേശിപ്പിച്ചത്. നമ്മൾ അവിടെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ദർശനം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ടാണ് ഈ പറയുന്ന സമുദ്രം ക്രോസ് ചെയ്യരുത് എന്ന് പറയുന്ന നിയമം ഇത് കലിവർജിക്കാൻ തോന്നുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നിർണായകം. ജാതികൾ തമ്മിൽ സങ്കരം ഉണ്ടാകുന്നത്, വർണ്ണ സങ്കരം ഉണ്ടാകുന്നത് സ്ത്രീകളാണ്. കാരണം സ്ത്രീകൾ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ജാതിയോ വർണ്ണമോ നോക്കാതെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വർണ്ണങ്ങൾ തമ്മിലേക്ക് സങ്കരം ഉണ്ടാകും. അതുകൊണ്ട് സ്ത്രീയെ ഒതുക്കി നിർത്തുക, നിയന്ത്രണത്തിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനവർ വേറെ പുതിയ ന്യായങ്ങളൊക്കെ പറയും. എല്ലാവരെയും രക്ഷിച്ചു നിർത്താനാണ്. ചെറുപ്പത്തില് പേരൻസിന്റെ, പിന്നീട് സഹോദരന്റെ, പിന്നീട് ഭർത്താവിന്റെ, പിന്നീട് മക്കളുടെ എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം വേറെയാണ്. അതായത് എൻഡോഗമി എന്ന് പറഞ്ഞാൽ ഒരേ മതത്തിൽ നിന്ന് തന്നെ വിവാഹം, അല്ല ഒരേ ജാതി തന്നെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നതാണ് എൻഡോഗമി. അപ്പൊ എൻഡോഗമിയിലേക്ക് അതിനകത്ത് ഒതുക്കാനുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബാലികാ വിവാഹം, ശൈശവ വിവാഹം കൊണ്ടുവരുന്നത്. ചെറുപ്പത്തിൽ തന്നെ അവരെ കണക്ട് ചെയ്യുക, അതായത് അവർക്ക് തിരിച്ചറിവാകാനോ ഇഷ്ടപ്പെട്ട ഇണയെ കണ്ടെത്താനോ സമയം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഒരു വിവാഹത്തിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, ലോക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, വിധവകളെ വിവാഹം ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. വിധവ സമ്മതിക്കാതിരിക്കുക. കാരണം ആ വിധവയുടെ ആദ്യത്തെ ഇത് പറയുന്ന ശൈശവ വിവാഹം കഴിഞ്ഞു പോയി, അതിനകത്തുണ്ടാകുന്ന ഭർത്താവ് മരിച്ചുപോയി. പിന്നീട് അവർക്ക് സ്വന്തമായിട്ട് ആളെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനെ വിധവകളുടെ വിവാഹം നിർത്തലാക്കി. മൂന്നാമതാണ് സതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നത്.
സതി എന്ന് പറഞ്ഞാല് ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ ജീവിപ്പിച്ച് നിർത്താൻ പോലും താല്പര്യമില്ല. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വർണ്ണങ്ങൾ തമ്മിൽ സങ്കരം ചെയ്യാനും പാടില്ല, ഇവന്റെ സ്വത്തുക്കൾ പുറത്തേക്ക് ഇവനും പോകാനും പാടില്ല. ആ സ്വത്തുക്കൾ വീട്ടുകാരുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തത് ഈ സതിയൊക്കെ ഉണ്ടാക്കിയത് കൃഷ്ണദേവരായർ എന്ന് പറയുന്ന രാജാവിന്റെ സമയത്താണ്. കൃഷ്ണദേവരായർ, നമ്മൾ സോഷ്യലിസ്റ്റ് പഠിക്കുമ്പോൾ കൃഷ്ണദേവരായർക്ക് ഭയങ്കര മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാരാണ്. ഗുപ്തരാജ്യമാണ് ഇന്ത്യയുടെ എന്താ പറയുക ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ അനാചാരങ്ങളും എന്താ പറയാ വർണ്ണ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും കൂട്ടിക്കൊണ്ട് വാഴുന്ന സ്ഥലമാണ്. ബ്രാഹ്മണരുടെ സുവർണകാലമാണ് ഈ പറയുന്ന ഗുപ്തരാജവംശമൊക്കെ, ഗുപ്തകാലമൊക്കെ. അപ്പൊ അതും കൂടെ ഞാൻ ഒന്ന് ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഈ സാധനം നശിപ്പിച്ചതെന്നും എങ്ങനെയൊക്കെയാണ് ഇതിനെ ഇല്ലാതാക്കിയതെന്നുള്ള ചരിത്രം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തിരിച്ച് ഇതിന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ ആൾക്കാർ ഈ മഹാനായുടെ വഴി കൂടെ പൂജ ആരാധനയും ബുദ്ധന്റെ പ്രതിമ വെച്ച് ആരാധിക്കാനും 18 പുഷ്പങ്ങൾ ഇടാനും അതിന് നമ്മൾ പൂജ കൊടുക്കാനും അതിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഹിന്ദു മതത്തിന്റെ തന്നെ ഭാഗമായി മാറും. നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥ അഷ്ടാംഗമാർഗം പഠിക്കുക, മനസ്സിനെ ശരീരത്തിനെ ഒബ്സർവ് ചെയ്ത് ദുഃഖത്തിന്റെ കാരണം, ദുഃഖത്തിന്റെ പരിഹാരം, മനസ്സിലാത്ത അസ്വസ്ഥതകൾ കളയേണ്ടത് എങ്ങനെയുള്ള സയന്റിഫിക് പ്രോസസ്സാണ് പഠിക്കുകയും ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതാണ് അവർ ആദ്യമേ നശിപ്പിച്ചത്. കാരണം അത് നിലനിന്നാൽ ഇവരുടെ ഉടായ്പകളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവരെ ആദ്യം നശിപ്പിക്കുക എന്ന് പറയുന്നതാണ് അവർ ആദ്യമേ ചെയ്തത്. വളരെ കോൺക്രീറ്റ് ആയിട്ട് ആദ്യമേ ചെയ്തത് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഭിക്ഷുക്കളെ ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസം ശിക്ഷിക്കുക എന്നുള്ളത്, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് യഥാർത്ഥ അഷ്ടാംഗമാർഗവും അതിന്റെ പ്രാക്ടീസും അത് ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങളും പ്രാർത്ഥന, പൂജ, ആരാധന, വഴിപാട് തുടങ്ങിയ സംഗതികളിൽ നിന്ന് മാറുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു മതമല്ല. ശരിക്കും പറഞ്ഞാൽ ബുദ്ധന്റെ ദർശനങ്ങൾ യഥാർത്ഥ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിന്റെ നിർവചനത്തിൽപ്പെടുന്ന സാധനമല്ല, അത് ദർശനമാണ്. എല്ലാ ആൾക്കാർക്കും, മനുഷ്യനായിട്ട് ജനിച്ച ഏത് വ്യക്തിക്കും, ഏത് രാജ്യത്തിലുള്ള ആൾക്കും, ഏത് വംശത്തിലും, ഏത് നിറത്തിലും, ഏത് രൂപത്തിലുള്ളവർക്കും ചെയ്യാനും മനസ്സുള്ള ആൾക്കാർക്ക്, മനസ്സും ശരീരമുള്ള ഏതൊരാൾക്കും പഠിക്കാനും അത് മനസ്സിന്റെ അസ്വസ്ഥതയെ മാറ്റാനും അവൻ സ്വയം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥ അഷ്ടാംഗമാർഗം. അപ്പൊ അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ആൾക്കാരിലേക്ക് എത്രയും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് ഇതിനെ നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി. ഇതിനെ എങ്ങനെ പരിപാലിക്കാമെന്നുള്ളത്. കാര്യം റോങ് ആയിട്ടുള്ള സാധനത്തിനാണ് കൂടുതൽ പെട്ടെന്ന് മൈലേജ് കിട്ടുന്നത്. ബുദ്ധനെ അമ്പലങ്ങളുടെ വെച്ചിട്ട് പൂജിക്കാൻ ഇങ്ങനെ ആൾക്കാർ മുട്ടി നിൽക്കുക. അത് പിന്നീട് ബുദ്ധമതം ഈ പറയുന്ന ഹിന്ദുമതത്തിന്റെ ഒരു ഭാഗമായി മാറത്തേ ഉള്ളൂ. 2 ജനറേഷൻ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒറ്റ ഒരു കാര്യമുള്ളൂ, അംബേദ്കർ കോട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് അംബേദ്കറെ ദൈവമാക്കി വെക്കാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതും വേണേ അവർ കുറച്ച് കഴിയുമ്പോൾ മാറ്റും. അംബേദ്കറുടെ തല മാത്രം വെച്ച് ബാക്കി ബോഡിയൊക്കെ വേണമെങ്കിൽ അവർ മാറ്റും. അവരാരാ പുള്ളികളും നമുക്കറിയാം. ബുദ്ധന്റെ തലയൊക്കെ മാത്രം വെച്ച് അതിന് മുമ്പിൽ വേറെ പരിപാടി ഡെക്കറേഷൻ എല്ലാം കൊടുത്ത് ഈ പറയുന്ന തിരുപ്പതി ബാലാജിയൊക്കെ അങ്ങനെയാണ്. അത് മൊത്തം പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ബുദ്ധ പ്രതിമയാണ്. ശബരിമല അയ്യപ്പൻ, അവലോകനോ ഏതൊക്കെയോ ബോധിസത്വന്മാരുടെ ശേഷിപ്പാണ് അതൊക്കെ. അപ്പം നമ്മൾ ആൾക്കാരെ പഠിക്കുക, അത് നമ്മൾ സ്വയം പഠിക്കുക, ആൾക്കാരെ എത്രയും പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതൊരു ജീവിത രീതിയായി ഇതിനെ മാറ്റിയെടുക്കുക ഇന്ത്യയിലുള്ള ആൾക്കാർ. അതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഈ മതം, ആരാധന, വഴിപാട്, ഈ സംഭവങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മുക്തരാം. പിന്നെ മറ്റൊന്ന്, ഇതിനകത്ത് ബ്രാഹ്മണർ വന്ന് കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ കയറിയാലും നമ്മൾ ഇത് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവർക്ക് ഇതിനകത്ത് കലർപ്പ് വരുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, ബാബാസാഹിബ് 22 പ്രതിജ്ഞകളാണ്. ഇന്ത്യയിൽ ഒരാൾക്ക് ബുദ്ധിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ 22 പ്രതിജ്ഞകളും കൂടി ചൊല്ലിയാൽ അതും കൂടി എടുത്താൽ മാത്രമേ ഇന്ത്യ ഒരാൾക്ക് ബുദ്ധിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അതിനകത്തുള്ള ഓരോന്നും ബ്രാഹ്മണന്റെ സിസ്റ്റത്തിനെ പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന നിബന്ധനകളാണ്. ഇത് കൂടാതെ മറ്റെന്തെങ്കിലും
കാര്യങ്ങളിൽ നമ്മൾ ജാഗ്രത എടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും ചെക്കുകൾ നമ്മൾ വെക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്ക് കൂട്ടായിട്ടുള്ള ചർച്ചയിലൂടെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ ടോക്ക് ഏറെക്കുറെ ഇവിടെ കഴിയുകയാണ്. ഞാൻ പറഞ്ഞ ഏറെക്കുറെ പോയിന്റുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആശയപരമായി നശിപ്പിച്ചത്, എങ്ങനെയാണ് ഇതിനെ ഭൗതികമായി നശിപ്പിച്ചത് എന്നുള്ള ചരിത്രം ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി. അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് ഇതിന്റെ ആക്ച്വൽ അഷ്ടാംഗമാർഗത്തിന്റെ പ്രാക്ടീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഓൺലൈനായിട്ട് നമ്മൾ ആ പ്രാക്ടീസ് നമ്മൾ ചെയ്യും. അത് റെക്കോർഡായിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. ആൾക്കാർക്ക് അത് പിന്നീട് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ അതിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതോടുകൂടി ഏറെക്കുറെ ധമ്മം എന്താണ്, ധമ്മത്തിന്റെ തിയറി എന്താണ്, സയൻസ് എന്താണ്, അതിന്റെ ഫിസിക്സ് എന്താണ്, കെമിസ്ട്രി എന്താണ്, അതിന്റെ ബയോളജി എന്താണ്, അതുപോലെ തന്നെ ചരിത്രം എന്താണ്, അതെങ്ങനെയൊക്കെ നശിപ്പിക്കപ്പെട്ടു, ആശയപരമായി എങ്ങനെ നശിപ്പിക്കപ്പെട്ടു, ഭൗതികമായി എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ദീർഘമായ പരമ്പര നമ്മൾ ഏറെക്കുറെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചോളം എന്റെ ലൈഫിലെ ഒരു വലിയൊരു മിഷന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത്, ഇപ്പൊ ഈ മൊമെന്റിൽ, അതായത് ഇത്രയും കാര്യങ്ങളെ എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു സൈബർ ഇടത്തേക്ക് ഇതിനേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ്. ഇനി അതിനെ എഴുതുക, അതിനെ ബുക്കാക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എനിക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഒരു വലിയൊരു അളവിൽ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 10 വീഡിയോസ്, 10 സീരീസ്, 10 ചിലതിലൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. വീഡിയോസും കൂടെ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇനി നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും നിങ്ങൾക്ക് അതിനകത്ത് മൊത്തം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും എന്നുള്ളത് എനിക്ക് സമാധാനം. കാരണം ഇത്രയും നാൾ നമ്മൾ ഇതിനെ കുറെ തപ്പി നടന്ന്, തേടി നടന്ന്, റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇനിയിപ്പോ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് കിടപ്പുണ്ട് സാധനം. അപ്പൊ ഇനി അതിനൊരു ബുക്കാക്കണം, പബ്ലിക്കേഷൻ ആക്കണം. പിന്നെ അതിനകത്ത് ബുക്കിനകത്ത് ഒരു 3 പാർട്ടാണ് ഇപ്പൊ മനസ്സിൽ ഞാൻ കണ്ടിരിക്കുന്നത്. ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ആദ്യം അതിന്റെ സയൻസ്, പിന്നെ അതിന്റെ പ്രാക്ടീസ്, പിന്നെ അതിന്റെ പരിപാലനം. 3 കളറിലുള്ള ബുക്കാണ്. ഒന്നൊരു ബ്ലൂ ബുക്ക്, യെല്ലോ ബുക്ക്, റെഡ് ബുക്ക്. ബ്ലൂ ബുക്കാണ് അതിന്റെ സയൻസ്, യെല്ലോ ബുക്കാണ് അതിന്റെ പ്രാക്ടീസ്, റെഡ് ബുക്കാണ് അതിന്റെ പരിപാലനം. ധമ്മ എന്നുള്ള രീതിയിലാണ് നമ്മൾ ധമ്മ ബുക്ക് 1 അതിന്റെ സയൻസ്, അതിന്റെ പ്രാക്ടീസ്, പരിപാലനം. അപ്പൊ ഇതാണ് എന്റെ മുമ്പിലുള്ള പ്രോജക്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് പ്രാക്ടീസിലേക്ക് പോകുമ്പോൾ കൺസെപ്റ്റുകൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ടോക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കാം. ആൾക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലോ ചോദ്യങ്ങളുണ്ടെങ്കിലോ നമുക്ക് എടുക്കാം. എല്ലാവർക്കും ഇതുവരെ കേട്ടുന്ന എല്ലാവർക്കും താങ്ക്സ്.